ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ത്വാഹ മാ അൻസൽനാ അലൈക്കൽ ഖുർആന ലിതശ്ഖാ ഇല്ലാ തദ്കിറതൻ ലിമൻ യഖ്ശാ തൻസീലൻ മിമ്മൻ ഖലഖൽ അർദ വസ്സമാവാതിൽ ഉലാ അർറഹ്മാനു അലൽ അർശി ഇസ്തവാ ലഹു മാ ഫിസ്സമാവാതി വമാ ഫിൽ അർദി വമാ ബൈനഹുമാ വമാ തഹ്തസ്സറാ വഇൻ തജ്ഹർ ബിൽ ഖൗലി ഫഇന്നഹു യഅലമുസ് സിർറ വഅഖ്ഫാ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവ ലഹുൽ അസ്മാഉൽ ഹുസ്നാ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر ليلة القدر خير من ألف شهر تنزل الملائكة والروح فيها بإذن ربهم من كل أمر سلام هي حتى مطلع الفجر. ನನ್ನ ಸಹೋದರ ಸಹೋದರಿമാരെ, അതിഥികളെ, സദസ്യരെ, മറ്റു ശ്രോതാക്കളെ, ഇബ്നു അബ്ബാസിനെ പോലത്തവർ പറയുന്നത് പോലെ മതത്തിലൂടെ മടി വരാൻ പാടില്ല. അപ്രകാരം മതപ്രസംഗത്തിലൂടെയും മടി വരാൻ പാടില്ല. ഇവിടെ ഉപദേശം കേട്ട് ആസ്വദിച്ചിരിക്കുകയാണ് നമ്മുടെ സ്ഥിരം ക്ലാസ് ടൈം ആരംഭിക്കുന്നതും ക്ലാസ് ആരംഭിക്കുന്നതും. അതുകൊണ്ട് നമ്മിൽ ഇത്തരം കാര്യങ്ങൾ എത്ര തന്നെ കേട്ടാലും ഇന്നല്ലാഹ ലാ യമല്ലു ഹത്താ തമല്ലു എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പ്രവചനം നാം മറക്കാൻ പാടില്ല. നമ്മിൽ നിന്നിട്ട് മടി വരുമ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്യുന്ന അനുഗ്രഹങ്ങൾ പിന്തിപ്പിക്കലോ അല്ലെങ്കിൽ ശിക്ഷാ നടപടികൾ കൈക്കൊള്ളലോ ഉണ്ടാവുക. അതുകൊണ്ട് ഒരിക്കലും നമ്മിൽ മുഷിഞ്ഞു പോക്കോ മടി വരലോ അല്ലെങ്കിൽ ദീനിനോടുള്ളതായ വെറുപ്പ് എന്നുള്ള പദം ഉപയോഗിക്കാൻ തന്നെ പാടില്ല. എങ്കിലും അറിവില്ലാത്തവരിൽ നിന്നിട്ട് ചിലപ്പോൾ വെറുപ്പ് വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൽ നിന്നിട്ടൊക്കെ എത്ര പ്രാവശ്യം കേട്ടാലും കേട്ടാലും മടി വരാത്തതായ സാധനമാണെന്ന് നമുക്ക് നമ്മുടെ മതം പഠിപ്പിച്ചത് ഈ മൂലാധാരമാണല്ലോ. ഇതിൻ്റെ പ്രത്യേകതയാണ്. എത്ര തന്നെ ഓതിയാലും 60 കൊല്ലം ഓതിയ 50 കൊല്ലം ഓതിയ അതേ ഫാത്തിഹ സൂറത്തിനെ നാം മസ്ജിദുൽ ഹറാമിലും മസ്ജിദ് നബവിയിലും ചിലപ്പോൾ ഇമാം ഓതുമ്പോൾ കരയുന്നതായിട്ട് കേൾക്കുന്നു. പുതുതായി ആയത്തിറങ്ങിയതൊന്നുമല്ലല്ലോ, പണ്ടേ ഓതിക്കൊണ്ടിരിക്കുന്ന അതേ ഫാത്തിഹ തന്നെയാണ്. പക്ഷേ മനുഷ്യൻ ചില ചുറ്റുപാടിൽ, ചില അന്തരീക്ഷത്തിൽ പ്രത്യേക ഭക്തിയോടുകൂടി, ആവേശത്തോടുകൂടി, ഉന്മേഷത്തോടുകൂടി, വികാരത്തോടുകൂടി, ഖുശൂഅോടുകൂടി, ഖുദൂഅോടുകൂടി പറഞ്ഞത് തന്നെ പറയുമ്പോൾ കേട്ട് തന്നെ കേൾക്കുമ്പോൾ എന്തുണ്ടാവാൻ സാധ്യതയുണ്ട്? പരിവർത്തനം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് റബ്ബ് കൽപ്പിക്കാൻ കാരണം, വദക്കീർ, നിങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക, ഓർമ്മപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കുക, സ്മരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക. ഫഇന്ന ദിക്റ തൻഫഉൽ മുഅ്മിനീൻ, സത്യവിശ്വാസികൾക്ക് അത് ഫലിക്കും എന്ന്. അപ്പോൾ സത്യവിശ്വാസം നമ്മളിലുണ്ടോ? നാം സത്യവിശ്വാസികളാണോ? അതാണ് മാനദണ്ഡം. ഉണ്ടെങ്കിൽ വെറുപ്പ് ഉടലെടുക്കുകയില്ല, അറുപ്പ് ഉടലെടുക്കുകയില്ല. എത്ര തന്നെ കേട്ടുകൊണ്ടേ ഇരുന്നാലും തക്റാറായി മടങ്ങി ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ എന്ന പദത്തെ നൂറുകണക്കിൽ പ്രാവശ്യം ഉപയോഗിച്ചത് നാം പറഞ്ഞുകൊണ്ടേ പഠിച്ചുകൊണ്ടേ ഇരുന്നിട്ട് നമുക്ക് മടി വരാറില്ല. അങ്ങനെയുള്ളതായ ഒരു സബ്ജക്റ്റ് തന്നെയാണ് ഇന്ന് നിങ്ങൾക്ക് നമ്മുടെ സ്ഥിരം വിഷയമാകുന്ന 4 സബ്ജക്റ്റ് ഓരോ ആഴ്ചയിലും വ്യത്യസ്തമായി പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നതിൽ നിന്നിട്ട് സാന്ദർഭോചിതമായി സെലക്ട് ചെയ്തത്. അത് യഥാർത്ഥത്തിൽ എല്ലാവരും പഠിക്കേണ്ടതാണ്, പഠിച്ചു കഴിഞ്ഞതാണ്, പഠിച്ചുകൊണ്ടേയിരിക്കുന്നതാണ് എന്നൊക്കെ എനിക്കറിയാമെങ്കിലും വീണ്ടും മടക്കി പറയുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് സാന്ദർഭോചിതം, രണ്ടാമത്തേത് നാം ഇപ്പോൾ അടുത്ത കാലഘട്ടങ്ങളിലായിട്ടാണ് നമ്മുടെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി പോലും നടത്തുന്നതായ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യാൻ ആരംഭിച്ചത്? നാം ഈ സദസ്സിൽ നടക്കുന്ന ഈ സാധുവിൻ്റെ ക്ലാസ്സിനെ കുറിപ്പിലാക്കാനും നോട്ടിലാക്കാനും ആരംഭിച്ചത്, നോട്ടീകരിക്കാനും കുറിപ്പിലാക്കാനും ആരംഭിച്ചത്. ഇങ്ങനെ ആരംഭിച്ച ശേഷം ആ വിഷയം ചർച്ചയിൽ ഉൾക്കൊള്ളിക്കാത്തത് കൊണ്ട് ആ കാര്യം പറയുന്നു. അതെന്താണ്?
ഈ 2-3 ദിവസങ്ങളിലൂടെ മസ്ജിദുൽ ഹറാം, മസ്ജിദുൽ നബവി എന്നീ പള്ളികളിൽ ജനങ്ങൾ തിങ്ങിക്കാണുന്നു. അതുപോലെ ലോകത്തിലുള്ളതായ ധാരാളം പള്ളികളിലും അങ്ങനെ തന്നെ പല നിലക്കും പല ആൾക്കാർ മധുര പലഹാരങ്ങൾ ഉണ്ടാക്കി കൊണ്ടുപോയി പള്ളിയിലേക്ക് എത്തിക്കുന്നു. ചിലർ വീട്ടിലുണ്ടാക്കി വിതരണം ചെയ്യുന്നു, ചിലർ വീട്ടിലുണ്ടാക്കി അവർ സ്വയം തിന്നുന്നു. പല രൂപത്തിലും പല ശൈലിയിലുമാണ് ഇപ്പോൾ ലോകത്തിൽ പലയിടങ്ങളിലും ഷഅബാൻ 15 ആകുമ്പോൾ കാട്ടാറുള്ളത്. ഇവന്റെ ശൈലിയിൽ ഞാൻ പറയാറുണ്ട്, ബറാഅത്ത് രാത്രി എന്ന വരാത്ത രാത്രിയെ കുറിച്ചാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾ ഇത്രയും ആഘോഷത്തോടുകൂടി കൊണ്ടാടാറുള്ളത് എന്നതാണ്. ഈ കാര്യം നാം പറയുമ്പോൾ ആധികാരികമായിട്ട് തന്നെ ഇവിടെ സംസാരിച്ച വിഷയമാണ്, ഖുർആനിലൂടെ സുന്നത്തിലൂടെ എങ്കിലും പറഞ്ഞതുപോലെ നാം പഠിക്കേണ്ട ഭാഗമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഫുർഖാനുൽ അളീമിൽ സംസാരിച്ചതായ ശൈലിയിലേക്ക് ഞാൻ ചെല്ലുന്നതിന് മുമ്പായിട്ട് ആ രാത്രിയെക്കുറിച്ച് ചില മുഖവര മാത്രം നിർബന്ധമായി പഠിക്കേണ്ടതായ ഭാഗങ്ങൾ നമുക്കറിയാം. നാം ഇവിടെ ക്ലാസ് എടുക്കുന്നതും അതുപോലെ ഇവിടെ പണ്ഡിതന്മാർ ഖുതുബ ഓതുമ്പോൾ പറയുന്നതും ക്ലാസ് എടുക്കുന്നതും അപ്രകാരം ഹറമിലും മക്കയിലും മദീനയിലും നടന്നുകൊണ്ടേയിരിക്കുന്ന ദർസുകൾ, ക്ലാസ്സുകൾ നടത്തുന്നതും ഇതെല്ലാം അവർ ആ സന്ദർഭത്തിലെല്ലാം നൽകുന്ന മുഖവുരയാണ് എന്ത്? നിർബന്ധമായും നാം അറിഞ്ഞിരിക്കേണ്ടതായ മാനദണ്ഡം എന്താണ്? നമുക്ക് സത്യം മനസ്സിലാക്കാൻ അത് ഊഹാപോഹമല്ല. പണ്ഡിതൻ ഇവിടെ സൂചിപ്പിച്ചതുപോലെ, ഷംസുദ്ദീൻ മൗലവി സൂചിപ്പിച്ചതുപോലെ കിനാവുകളല്ല, ഊഹാപോഹമല്ല. കിനാവിലൂടെയാണല്ലോ നാം പുതിയ സഹാബാക്കളെ പേര് കേട്ടത് എന്നത് മാതിരി ഇതിനു മുമ്പ് അദ്ദേഹം അതിനേക്കാൾ രസകരമായ കാര്യങ്ങളൊക്കെ പറഞ്ഞു കാണും. ഞാൻ പറഞ്ഞു വരുന്നത് കിനാവല്ല, ഊഹാപോഹമല്ല, വെള്ളിവാളമല്ല, തോന്നലുകളല്ല, ഇതൊന്നുമല്ല. എന്ത് ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന്റെ മതമാണ്, അള്ളാഹു ഇറക്കിയതാണ്. അള്ളാഹു അവൻ ഭൂമിയിൽ ജീവിക്കുന്ന സൃഷ്ടികൾ എന്നിട്ട് ഏറ്റവും ഉന്നത മനുഷ്യന്മാരെ സെലക്ട് ചെയ്തുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ മുർസലുകളാക്കി മാറ്റിയിട്ടുള്ളത്. എവിടെയാണ് റിസാലത്ത് നൽകേണ്ടത്, എത്തിക്കേണ്ടത്, ആർക്കാണ് കൊടുക്കേണ്ടതെന്ന് നമുക്കറിയാം എന്ന് റബ്ബ് പറഞ്ഞ ശൈലി നാം ഇവിടെ കേട്ട് മനപ്പാടാക്കി വെച്ചതായ ഭാഗമാണ്. അതെ, അങ്ങനെയുള്ളതായ ആ മതം, അതിന്റെ മൂലാധാരമാകുന്ന ഖുർആൻ, തൊട്ടു നിൽക്കുന്നതായ നാം മനപ്പാടമാക്കി വരുന്നതായ സുന്നത്ത് എന്താണത്? ഖുർആനിന്റെ വിശദാംശം സുന്നത്ത് കൂടി ഉൾക്കൊണ്ടിട്ടില്ലെങ്കിൽ ഈ ഖുർആനിൽ വിശ്വസിക്കാൻ പറ്റുകയില്ല. എന്തുകൊണ്ട്? ഈ ഖുർആൻ ഇവിടെ ഇറങ്ങിയപ്പോൾ ഇത് അള്ളാന്റെ കലാമാണെന്ന് പറഞ്ഞ പദം സുന്നത്താണ്. ഈ ഖുർആനിൽ പറയുന്നതായ ദൂതർ ഞാനാണെന്ന് പറഞ്ഞത് സുന്നത്താണ്. ഈ ഖുർആനിൽ പറയുന്നതായ മതം അത് അള്ളാന്റെ മതമാണ് എന്നത് ഖുർആനിലുള്ളതിനെ വിശദീകരിച്ച് തരാൻ വേണ്ടി ഞാൻ ആ ദൂതരെ ഇറക്കി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ ആയത്തും നമുക്ക് മനപ്പാടമുണ്ട്. അപ്പോൾ ഖുർആൻ തൊട്ടു നിൽക്കുന്ന സുന്നത്ത്, പിന്നെ ഈ 2 സാധനം ഈ ഭൂമിയിലേക്ക് നമ്മളിലേക്ക് എത്തിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരു ദൂതർ മാത്രമല്ല, ആ ദൂതരുടെ ബാക്കിൽ തൗറാത്തിലും ഇഞ്ചീലിലും മുമ്പുള്ള ഗ്രന്ഥങ്ങളിലെല്ലാം അല്ലാഹു പുകഴ്ത്തി വാഴ്ത്തി പറഞ്ഞതായ ഒരു മഹാസമൂഹത്തെ, അതിനു മുമ്പ് അങ്ങനെയുള്ളവരെ നബിമാര് കഴിച്ചാൽ ലോകം കണ്ടിട്ടേ ഇല്ല, ഇനി കാണുകയും ഇല്ല. ആദം മുതൽ അന്ത്യനാൾ വരേക്കും വരുന്നതായ ജനങ്ങളിൽ ജീവിക്കുന്ന കാലഘട്ടത്തിൽ ജീവിച്ചവരിൽ ഉത്തമ സമുദായം അത് എന്റെ കാലഘട്ടത്തിൽ ജീവിച്ച സഹാബാക്കൾ, മുഹാജിറുകൾ, അൻസാറുകളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായ നബിമാരൊഴിച്ച് കേട്ടാ അത് പറയേണ്ട ആവശ്യമില്ല. അങ്ങനെയുള്ളതായ ആ മഹാത്മാക്കളാണ് നമുക്ക് മാനദണ്ഡമായിട്ട്. ഖുർആൻ സുന്നത്ത് കഴിഞ്ഞാൽ അവർ എങ്ങനെയാണ് ഖുർആൻ പഠിച്ചത്, അവരെങ്ങനെയാണ് ഖുർആൻ മനസ്സിലാക്കിയത്, അവരെങ്ങനെയാണ് സുന്നത്ത് പഠിച്ചത്, അവരെങ്ങനെയാണ് സുന്നത്ത് മനസ്സിലാക്കിയത്, അവരെങ്ങനെയാണ് സുന്നത്ത് ഹദീസ് ഫിറ്റാക്കിയത്, ഇതെല്ലാം പഠിച്ചിരിക്കണം. ഇതാണ് നമ്മുടെ മാനദണ്ഡം. അതിൽ നമുക്ക് ില്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടാവാൻ പാടില്ല. അഭിപ്രായ വ്യത്യാസം ഉണ്ടാവർ ദീനിന്റെ അതിർവരമ്പിൽ നിന്നിട്ട് വിട്ടുപോയവരാണ്, പുറത്തു പോയവരാണ് എന്നത് നാം മനപ്പാടമാക്കി വെക്കുന്നവരാണ്. അതുകൊണ്ടാണ് നാം പറയാൻ കാരണം, ഖുർആനിസ്റ്റ് എന്ന് പറയുന്ന ഖുർആൻ നിഷേധികൾ, സുന്നത്ത് നിഷേധികൾ അവർ ഇസ്ലാമിൽ നിന്നിട്ട് കയറ്റോട്ടാണ്, മുർത്തദുകളാണ് എന്ന് പറയാൻ കാരണം. അതെ സഹോദരന്മാരെ, സഹോദരികളെ, ഇങ്ങനെയുള്ള ആ മെയിൻ തത്വങ്ങൾ നാം പഠിച്ചുകൊണ്ടിരിക്കവേ അള്ളാഹുവിന്റെ വാക്ക് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. റസൂലിനെ അനുസരിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ അള്ളാഹുവിനെ അനുസരിച്ച ആളായി മാറുക.
അപ്പോൾ റസൂലുള്ളയാണ് നമ്മുടെ മുമ്പിലുള്ളത്, നാം കാണുന്നത്, നമ്മുടെ സഹാബാക്കൾ കണ്ടത്, നാം സഹാബാക്കൾ അവരെ കുറിച്ച് കുറിച്ചത്. ആ നബിയെ അനുസരിക്കുമ്പോഴാണ് നിങ്ങൾ അള്ളാഹുവിനെ അനുസരിച്ചവരായി മാറുക. നബി അനുസരിച്ചില്ലെങ്കിൽ അള്ളാഹുവിനെ അനുസരിച്ച ആളായി മാറൂല, അള്ളാഹുവിനെയും തള്ളിയ ആളായി മാറും എന്നാണ് അതിന്റെ അർത്ഥം. അള്ളാഹുവിന്റെ വാക്കാണ്. അപ്രകാരം തന്നെ റബ്ബ് പറയുന്നു, ഫല്യഹ്ദരില്ലദീന യുഖാലിഫൂന അൻ അംരി അൻ തുസീബഹും ഫിത്നത്തുൻ ഔ യുസീബഹും അദാബുൻ അലീം. നബിയുടെ വാക്ക് പാലിക്കാതിരിക്കുന്ന വിഭാഗത്തിന് വാണിങ്. എന്താണ് വാണിങ്? അവർക്ക് മഹാവിപത്ത് അനുഭവിക്കാൻ നേരിടേണ്ടി വരും, അവർക്ക് കഠിനകഠോരമായ ശിക്ഷ പരലോകത്തിൽ ഏൽക്കേണ്ടി വരും. നബിയുടെ വാക്ക് പാലിക്കാതിരിക്കുന്നവര്. ഇത് എല്ലാം നമുക്ക് മനഃപ്പാടമുള്ളതായ തത്വമാണെങ്കിലും ഒരു പുതുതായി ഈ കാര്യം മനസ്സിലാക്കാത്ത വിഭാഗം കേസറ്റിലൂടെയോ സിഡിയിലോ കേൾക്കുമ്പോൾ ഇങ്ങനെയുള്ള മുഖവരകൾ ലഭിക്കുമ്പോഴാണ് അതിന് കൊഴുപ്പുണ്ടാവുക. അതിന്റെ ഒറിജിനാലിറ്റി അല്ലെങ്കിൽ അസാലത്തി എന്ന അറബിയിൽ പറയുന്ന യഥാർത്ഥ ശൈലി, നമ്മുടെ ഖുർആൻ സുന്നത്ത് സലഫ് സാലിഹ്യങ്ങളുടെ മൻഹജ് പഠിപ്പിച്ച ശൈലിയിലേക്ക് എത്താൻ സഹായകമാവുക എന്നതുകൊണ്ടാണ് ഞാൻ ഈ രൂപത്തിൽ ഇവിടെ ചെറിയ വിശദീകരണം നൽകുന്നത്. അല്ലാഹു പറയുന്നു, മാ കാന ലി മുഅ്മിനിൻ വലാ മുഅ്മിനത്തിൻ ഇദാ ഖല്ലല്ലാഹു റസൂലുഹു അംറൻ അൻ യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം വമൻ യഅസില്ലാഹ വറസൂലഹു ഫഖദ് ളല്ല ളലാലം മുബീനാ. ഒരു മുസ്ലിം സഹോദരിക്കോ, ഒരു മുസ്ലിം സഹോദരനോ, ഒരു മുസ്ലിം വ്യക്തിക്കോ, ആണിനോ പെണ്ണിനോ മുഅ്മിനോ മുഅ്മിനത്തിനോ ഉചിതമേ അല്ല, യോജിച്ചതേ അല്ല. അള്ളയും റസൂലും വിധിച്ചു എന്ന് കേട്ട് കഴിഞ്ഞാൽ ഇത് അള്ളാന്റെ വിധിയാണ്. ഷാബാനെ കുറിച്ച് അള്ളാന്റെ വിധിയാണ്, റമളാനെ കുറിച്ച് അള്ളാന്റെ വിധിയാണ്, ലൈലത്തുൽ ഖദറിനെ കുറിച്ച് അള്ളാന്റെ വിധിയാണ്, നോമ്പിനെ കുറിച്ച്, സക്കാത്തിനെ കുറിച്ച്, ഹജ്ജിനെ കുറിച്ച്, ഏത് ദീനിന്റെ കാര്യം ഇത് അള്ളാന്റെ വിധിയാണ്, ഇത് റസൂലിന്റെ വിധിയാണ് എന്ന് കേട്ട് കഴിഞ്ഞാൽ റബ്ബ് പറയുന്നു, റബ്ബിന്റെ വാക്കാണ്, അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. അവർക്ക് ആ കാര്യത്തിൽ സ്വന്തം അഭിപ്രായം ഉണ്ടാവുക എന്നത് ഉചിതമല്ല. അവർക്ക് പിന്നെ അങ്ങനെയാണെങ്കിൽ ജനങ്ങൾ കാട്ടിക്കൂട്ടുന്നില്ലേ, ജനങ്ങൾ ചർക്കച്ചോറ് വെക്കുന്നില്ലേ, ജനങ്ങൾ മധുര പലഹാരം വിതരണം ചെയ്യുന്നില്ലേ, എത്ര കാലഘട്ടമായി ചെയ്യുന്നത്, പല കാലക്കാർ ചെയ്തല്ലേ, ബഹുഭൂരിപക്ഷം ചെയ്തല്ലേ. അതൊന്നും നിങ്ങൾക്ക് അതിനുള്ള അവകാശമോ അധികാരമോ ഇല്ല. അള്ളാഹും റസൂലും നിങ്ങൾക്ക് മതത്തിന്റെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇതാണ് കാര്യം, ഇതാണ് വിധി എന്ന് കൽപ്പിച്ചു കഴിഞ്ഞാൽ അയ്യകൂന ലഹുമുൽ ഖിയറതു മിൻ അംരിഹിം. എന്നിട്ട് റബ്ബ് പറയുന്നു, മയ്യാസില്ലാഹ വറസൂല. അള്ളാഹുവിനോടും അള്ളാന്റെ ദൂതരോടും ആരെങ്കിലും മാറുകാട്ടിയാൽ, ആരെങ്കിലും അവരുടെ കൽപ്പന പാലിച്ചിട്ടില്ലെങ്കിൽ, ആരെങ്കിലും അവരുടെ വിധി വിലക്കുകൾക്ക് കീഴടങ്ങിയിട്ടില്ലെങ്കിൽ ഫഖദ് ളല്ല ളലാലം മുബീനാ, പ്രത്യക്ഷപ്പെട്ട വഴികേടിലാണവൻ. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. ഇത് സത്യവും അസത്യം വേർതിരിച്ച് മനസ്സിലാക്കാൻ, നന്മ തിന്മ വേർതിരിച്ച് മനസ്സിലാക്കാൻ, സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ എവിടേക്ക് പോകുന്ന റൂട്ടാണെന്ന് മനസ്സിലാക്കാൻ എത്ര ക്ലിയർ ആയിട്ടാണ് റബ്ബ് നമുക്ക് ലൈൻ വരച്ചു തരുന്നത്, റൂട്ട് വ്യക്തമാക്കി തരുന്നത്. അള്ളാഹുവിന്റെ ദൂതരും അപ്രകാരം. അതെ സഹോദരന്മാരെ, സഹോദരികളെ, അപ്പോൾ അതുപോലെ തന്നെ നമുക്കറിയാം റസൂലുള്ളാഹിയുടെ വാക്ക്, ഇന്നഹു മയ്യാഷ് എന്റെ ശേഷം ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ, എന്റെ ശേഷം ആരെങ്കിലും ജീവിക്കുകയാണെങ്കിൽ ധാരാളം ഭിന്നിപ്പുകളെ, ധാരാളം ഗ്രൂപ്പീസങ്ങളെ, ധാരാളം പാർട്ടികളെ നിങ്ങൾ കണ്ടെത്തും, അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണും. ഫലൈക്കും, ആ സന്ദർഭത്തിൽ നിങ്ങൾ എന്ത് വേണം? ബിസുന്നത്തി, എന്റെ ചര്യ മുറുകെ പിടിക്കണം. സുന്നത്തിൽ ഖുലഫാഇർ റാഷിദീനൽ മഹ്ദിയീൻ, നീതിമാന്മാരായ എന്റെ ശേഷം ജീവിക്കുന്നതായ മഹാത്മാക്കളാകുന്ന നേതാക്കളുടെ നേതൃത്വത്തിന്റെ പിന്നിൽ നിങ്ങൾ അണി നടക്കണം. അവരുടെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കണം. വഅല്ലു അലൈഹാ ബിന്നവാജിസ്, നിങ്ങളുടെ അണപ്പല്ല് കൊണ്ട് കടിച്ചു പിടിക്കണം. വയ്യാക്കും മുഹ്ദസാത്തിൽ ഉമൂർ, നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട് ആ പുതുതായി വരുന്നതായ തത്വങ്ങൾ, പുതുതായി വരുന്നതായ ആദർശങ്ങൾ. അത് ബിദ്അത്താണ്, അത് ളലാലത്താണ്, അത് നരകത്തിലേക്ക് നിങ്ങളെ എത്തിച്ചേർക്കുന്ന ഭാഗമാണെന്ന് നബിയുനാ മുഹമ്മദും സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മഹാനായ ഇർബാദ് ഇബ്നു സാരിയുടെ ഹദീസും ഇവിടെ നമുക്ക് മനഃപ്പാടമുള്ളതായ ഭാഗമാണ്, പലപ്പോഴും കേട്ട് പരിചയമുള്ളതുമാണ്. ഈ മുഖവര എന്തിനാണ്? നമ്മുടെ ചർച്ചാ വിഷയമായ, നാം ഇപ്പോൾ ചർച്ച ചെയ്യാൻ തീരുമാനിച്ചതായ ബറാത്ത് രാത്രി എന്ന ആ ദിവസത്തെ കുറിച്ച് നാം പഠിക്കുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് തടികൈച്ചലാക്കുക എന്നതല്ല ഇവിടെ സംഭവിക്കുന്നത്. മറിച്ച് ഈ അടിസ്ഥാനങ്ങൾ, ഈ തത്വങ്ങൾ, ഈ മാനദണ്ഡങ്ങൾ മുമ്പിൽ വെച്ചിട്ടാണ് ചർച്ച ചെയ്യുന്നത് എന്നർത്ഥം. അപ്പോൾ അതിലൊരു കിശുക്കുണ്ടാവാൻ സാധ്യതയില്ല. പ്രത്യേകിച്ച് ഞാനിവിടെ വരുന്നതിന് മുമ്പ് എന്നെ തന്നെ ഉറപ്പിക്കാൻ വേണ്ടി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു.
ഇമാം ഷാഫിയുടെ ഗ്രന്ഥം പരിശോധിച്ചു. എന്നിട്ട് ഷാഫികൾ ഉപയോഗിക്കുന്ന ഗ്രന്ഥങ്ങൾ പരിശോധിച്ചു. എൻ്റെ ലൈബ്രറിയിലുള്ളതായ, പ്രത്യേകിച്ച് ഞാൻ പണ്ട് ആരാൻ്റെ ചോറ് തിന്നിട്ട് ഓതിയതായ ഫത്ഹുൽ മുഈനും അതിൻ്റെ ശറഹും വായിച്ചു. എവിടെയെങ്കിലും ആരെങ്കിലും ഈ നോമ്പ് പറയുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി, മനസ്സിലായില്ലേ? ആരെങ്കിലും ഞാൻ അറിയാതെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് അവന് തിരിഞ്ഞില്ല എന്ന് പറഞ്ഞ് എന്നെ ആക്ഷേപിക്കാതിരിക്കാൻ വേണ്ടി അതൊക്കെ നോക്കിയതിൻ്റെ ശേഷമാണ്. പിന്നെ ഒരു പ്രയോജനമില്ല. ആരും അങ്ങനെയുള്ള ഒരു തത്വത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, പറഞ്ഞവരൊക്കെ പറയുമ്പോൾ അതിന് വില നൽകാതെ അവഗണന ശൈലിയിലാണ് ആധികാരിക ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു പോയിട്ടുള്ളതും എന്ന് മനസ്സിലാക്കാൻ സാധിച്ച ശേഷമാണ് ഞാൻ നമ്മുടെ സ്ഥിരം വിഷയത്തിൽ നിന്നിട്ട് വിട്ട് എന്ന് സംസാരിക്കാൻ, പ്രത്യേകിച്ച് ചിലർ ഫോൺ ചെയ്തുകൊണ്ട് പല കാര്യങ്ങൾ ദിവസങ്ങളായി ചോദിച്ചു വരുന്നത്, ഈ വിഷയവുമായിട്ട് സംശയമുള്ളവർ, ഈ വിഷയത്തെക്കുറിച്ച് വിശദീകരണം ആവശ്യമുള്ളവർ, അവർക്കും മറുപടിയാവട്ടെ എന്നും ഞാൻ കരുതി. റസൂൽ പറയുന്നു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. നമ്മുടെ കൽപ്പനയില്ലാത്ത ഒരു കാര്യം ദീനിന്റെ പേരിൽ നിങ്ങൾ ചെയ്താൽ അത് അവനിലേക്ക് തള്ളപ്പെടേണ്ടതാണ്. അള്ളാഹ് അത് സ്വീകരിക്കുകയില്ല. ഞാൻ എൻ്റെ ശൈലിയിൽ പറയാറുണ്ടല്ലോ, നിങ്ങൾ പോകാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ യാത്ര, നിങ്ങൾ കയറുന്ന വണ്ടി മാറരുത്. നിങ്ങൾ മംഗലാപുരത്തേക്ക് പോകാൻ തീരുമാനിച്ചാൽ കാലിക്കറ്റിൽ പോകുന്ന വണ്ടിയിലേക്ക് കയറി ഇരുന്നിട്ട്, ഞാൻ കയറിയില്ലേ വണ്ടിയിൽ, ഞാൻ കൊടുത്തില്ലേ കാശ്, ഞാൻ എടുത്തില്ലേ ടിക്കറ്റ്, കാര്യമില്ല. ഞാൻ ഓടിയ വണ്ടി അത് റെയിൽപാടത്തിൽ കൂടിയാണ് ഓടിയത്, പ്രയോജനമില്ല. പക്ഷേ ഏത് സിഫത്തൊത്താലും അവിടെ ചോദ്യം, നീ പോകുന്ന നാട്ടിലേക്ക് പോകുന്ന വണ്ടിയാണോ അത് എന്നതാണ്. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ, നമ്മുടെ കൽപ്പനയില്ലാത്ത റൂട്ട് അംഗീകരിച്ചാൽ, വഴി അംഗീകരിച്ചാൽ, നിങ്ങൾ ചെയ്യുന്ന അമലുകളിൽ അള്ളാഹുവിന്റെ ദൂതരുടെ അത് തള്ളപ്പെടും എന്നതാണ്. സഹീഹ് മുസ്ലിമിൽ 1718 നമ്പർ ഹദീസാണ് നിങ്ങൾ ഈ കേട്ടതായ ഹദീസ്. അതിനു മുമ്പ് പറഞ്ഞതായ ഹദീസും സഹീഹ് തന്നെയാണ്. നിങ്ങൾക്കറിയാം, ഈ സാധു കഴിവിന്റെ പരമാവധി സഹീഹ് മാത്രമേ ഇവിടെ പറയുകയുള്ളൂ. അഥവാ ചർച്ചയ്ക്ക് വിധേയമായ ഹദീസുകൾ പറയുമ്പോൾ ഓർമ്മയിൽ വരികയാണെങ്കിൽ ഉണർത്താറുമുണ്ട്. അം ലഹും ശുറകാഉ ശറഉ ലഹും മിനദ്ദീനി മാ ലം യഅ്ദം ബിഹില്ലാ. ഇങ്ങനെ നാം ഈ പറഞ്ഞതായ മാനദണ്ഡങ്ങൾ ഉൾക്കൊള്ളുന്ന, അത് ആധികാരികത നൽകപ്പെടുന്നതായ തത്വമല്ലാത്തതായ കാര്യങ്ങൾ ദീനിന്റെ പേരിൽ കൂട്ടിച്ചേർക്കാൻ അവർക്ക് വേറെ പങ്കാളികളുണ്ടോ? റബ്ബിന് അവർ പങ്കാളികളെ കണ്ടെത്തിയോ? റബ്ബ് ഇറക്കിയ ദീനിന്റെ കൂടെ വേറൊന്ന് കൂട്ടിച്ചേർക്കാൻ, ആ റബ്ബിന്റെ മതത്തിൽ കൂട്ടിച്ചേർക്കാൻ ആർക്കുണ്ട് അവകാശം, ആർക്കുണ്ട് അധികാരം? അവനല്ലേ പറഞ്ഞതല്ലോ, ഇന്നത്തെ ദിവസത്തിൽ അഥവാ നബി ലോകത്തോട് വിട വാങ്ങാൻ പോകുന്ന 4 മാസം മുമ്പാണ് ഏകദേശം പറയപ്പെടുന്നത്, അല്യൗമ അക്മൽതു ലക്കും ദീനക്കും, നിങ്ങളുടെ മതം പൂർത്തിയായി കഴിഞ്ഞു. പിന്നെ ഇവിടുന്നോ ഇല്ലാത്ത ഒന്ന് കൂട്ടിച്ചേർക്കപ്പെടുക. എവിടുന്ന്? റജബ് 27 വന്നു. നോമ്പ് റജബ് 27 നോമ്പ് പറഞ്ഞതായ യാനത്തു താലിബീൻ ഫത്ഹുൽ മുഈന്റെ ശറഅാണ്. അദ്ദേഹം പറയുകയാണ് മെഹറാജ് രാത്രിയിൽ എന്നാണ്. റജബ് 27 എന്നല്ല അവർ പറഞ്ഞത്. മൂപ്പർക്ക് അറിയാം എന്നാണ് മെഹറാജ് ഉണ്ടായത് എന്നതിൽ ചർച്ചയുണ്ട് എന്നത് മൂപ്പർക്ക് അറിയുന്നത് കൊണ്ട് ആ ശൈലി മാറ്റി വേറെ ശൈലി അംഗീകരിച്ച്. എന്നാലും മൂപ്പർക്ക് അറിയാം അങ്ങനെയുള്ള സാധാരണ റസൂൽ പറഞ്ഞിട്ടില്ല. മൗദൂആയ ഹദീസ് ലോകത്തിൽ പ്രചരണം ചെയ്യലും പ്രചരിപ്പിക്കലും, അഥവാ റസൂല് പറയാത്തതായ കള്ള ഹദീസുകൾ റസൂലുള്ളാഹിന്റെ പേരിൽ പറയലും അതുകൊണ്ട് അമൽ ചെയ്യലും യഥാർത്ഥത്തിൽ എന്താണ് അതിന് ശിക്ഷയായിട്ട് റസൂല് പറഞ്ഞത്? റസൂല് പറയുന്നു, മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ. നാം പറയാത്തത് നാം പറഞ്ഞു എന്നാരെങ്കിലും നമ്മുടെ പേരിൽ കരുതിക്കൂട്ടി ചേർത്ത് പറഞ്ഞാൽ അവന്റെ പാർപ്പിടം നരകമാണെന്ന് ഉറപ്പാക്കിക്കൊള്ളട്ടെ. ഇത് ഒരു ഹദീസല്ല, ഒരാൾ റിപ്പോർട്ട് ചെയ്യുന്നതല്ല. പിന്നെയോ 70ഓളം സഹാബാക്കൾ താബിഈങ്ങൾ കൂട്ടമായി റിപ്പോർട്ട് ചെയ്തതായ മുതവാത്തിറായ ഹദീസാണ്. കടുകെട്ടിയുള്ള ഖുർആൻ കഴിഞ്ഞാൽ നാം കണ്ണടച്ചിട്ട് ഒരു യക്കിശക്കില്ലാതെ പെട്ടെന്ന് അങ്ങോട്ട് അംഗീകരിക്കാൻ നിർബന്ധിതരായ ഹദീസാണ് നിങ്ങൾ ഈ കേട്ടതായ ഹദീസ്. നബിയുടെ പേരിൽ കള്ളം പറഞ്ഞാൽ നരകമാണ് അവന്റെ പാർപ്പിടം എന്നതായ ഹദീസ്. ശരി, ഈ മുഖവുര കേട്ട ശേഷം നമുക്ക് മനസ്സിലാക്കാനുള്ളത്, അങ്ങനെ വല്ല ഹദീസുകളും ശഅബാൻ മാസത്തിനെ കുറിച്ച് ഒറിജിനൽ അഹ്ലുസുന്നത്ത് ജമാഅത്തിന്റെ ആശയാദർശം ഉൾക്കൊള്ളുന്നവർക്ക് പഠിക്കാനുണ്ടോ? വല്ല പ്രത്യേകത ശഅബാൻ മാസത്തിന് മൊത്തത്തിലുണ്ടോ? 15 ദിവസത്തിന് പ്രത്യേകതയുണ്ടോ? ആ മാസത്തിൽ നോമ്പ് പിടിക്കേണ്ടതുണ്ടോ? ഇതൊക്കെ പഠിക്കേണ്ടതില്ലേ? പഠിക്കേണ്ടതുണ്ട്. പഠിക്കേണ്ടവർ പഠിക്കണം, പഠിക്കുന്നവർ പഠിക്കണം. എന്നിട്ട് ജീവിതത്തിൽ പകർത്തണം, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുകയും പഠിപ്പിച്ചു കൊടുക്കുകയും വേണം. ശഅബാനിൽ
കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യസൂം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിൽ നോമ്പ് പിടിക്കും. റസൂലുള്ളാഹിയെ കുറിച്ച് സഹാബാക്കൾ, ആയിഷ പ്രത്യേകിച്ച് പറയുന്ന ഭാഗമാണ്. എത്രത്തോളം ഹത്താ നഖൂലു, സഹാബാക്കൾ പറയുന്നു, ഞങ്ങൾ പറഞ്ഞു പോകും, എന്ത് ലാ യുഫ്തിർ, നബി മുറിക്കൂലേ നോമ്പ്, എന്നും നോക്കന്നെയാ എന്ന് പറഞ്ഞു പോകും. അത്ര നോറ്റുകൊണ്ടേ ഇരിക്കും എന്ന്. വയുഫ്തിർ, നബി ശഅബാനിൽ ചിലപ്പോൾ നോമ്പ് മുറിക്കും, ഒഴിവാക്കും. ഹത്താ നഖൂൽ, ഏതുവരെ ഞങ്ങൾ പറയും, ലാ യസൂം, റസൂൽ നോമ്പ് നോക്കൂലേ ഈ മാസത്തിൽ എന്ന് പറയും. ആ രൂപത്തിൽ ഒഴിവാക്കുകയും ചെയ്യും. ചിലപ്പോൾ നോക്കിയാൽ ആ രൂപത്തിൽ തുടർച്ചയായി നോക്കുകയും ചെയ്യും. ഇത് ശഅബാനിൽ മൊത്തമാണ് കേട്ടോ, 1-ാം തീയതി മുതൽക്കുള്ള കാര്യമാണ് ഈ പറയുന്നത്. അതെ, ഒമാ റഅയ്തുഹു അക്തറ സിയാമൻ മിൻഹു ഫീ ശഅബാൻ, ഏറ്റവും കൂടുതൽ നോമ്പ് തുടർച്ചയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനിൽ നോക്കും പോലെ വേറെ മാസങ്ങളിൽ നോക്കുന്നതായിട്ട് കാണാറില്ല. ബുഖാരിയിൽ 1969, മുസ്ലിമിൽ 1156 നിങ്ങൾ കേട്ട ഹദീസ്. അതുപോലെ തന്നെ ഇതേ അർത്ഥം ഉൾക്കൊള്ളുന്നതായ മറ്റൊരു ഹദീസിൽ ബുഖാരിയിലും മുസ്ലിമിലും അതിൽ ഇതുവരെ കേൾക്കാത്ത ഭാഗം കേൾക്കാം. റസൂൽ പറയുന്നു, ഖുദൂ, ഈ കാര്യങ്ങൾ കൂടുതൽ റസൂലുള്ളാഹി നോമ്പ് നോക്കാറുണ്ടായിരുന്നു ശഅബാനിൽ എന്നതായ കാര്യങ്ങളൊക്കെ ഉദ്ധരിച്ചതായ ഹദീസിൽ കൂടുതലായി ഉള്ളതായ ഭാഗം, നിങ്ങൾ അമലുകളിൽ നിന്നിട്ട് റസൂൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കവേ പറയാറുകൂടിയുണ്ട്, എന്ത്, നിങ്ങൾ വല്ല അമലുകൾ ചെയ്യുമ്പോൾ മാ തുതീഖൂന, നിങ്ങൾക്ക് കഴിവുള്ളത്, അല്ലെങ്കിൽ മാ തുതീഖൂൻ, നിങ്ങൾക്ക് കഴിവുള്ളത് ചെയ്യുക, കഴിവില്ലാത്ത ചെയ്യാൻ നിൽക്കണ്ട. സുന്നത്തിന്റെ കാര്യമാണ് കേട്ടോ, ഫർള് ഫർള് എങ്ങനെ കഴിയുന്നു അങ്ങനെ ചെയ്യണം, ഒഴിവാക്കാൻ പറ്റൂല. നിന്ന് നിസ്കരിക്കാൻ പറ്റാത്ത ആൾ ഇരുന്ന് നിസ്കരിക്കണം, ഇരുന്ന് പറ്റാത്ത ആൾ ഇരുന്ന് സാധിക്കുന്നില്ലെങ്കിൽ കിടന്ന് നിസ്കരിക്കണം. കിടന്നിട്ടും സാധിക്കുന്നില്ലെങ്കിൽ കണ്ണുകൊണ്ട് നിസ്കരിക്കണം, അംഗം കാണിച്ച് നിസ്കരിക്കണം, ഹൃദയം കൊണ്ട് നിസ്കരിക്കണം. ബോധമുണ്ടോ, മുസ്ലിമാണോ, ബുദ്ധിയുണ്ടോ, വിവേകമുണ്ടോ, എന്നാൽ ഉദു എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഉദു വേണ്ട, തേമം പറ്റുന്നില്ലെങ്കിൽ തേമം വേണ്ട. കിടക്കുകയാണെങ്കിൽ ഹോസ്പിറ്റലിലാണെങ്കിൽ, അല്ലെങ്കിൽ ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിൽ, അല്ലെങ്കിൽ നജസുമായി കലർന്ന സ്ഥലത്താണെങ്കിൽ, എങ്ങനെയാണെങ്കിലും മുസ്ലിം ആണെങ്കിൽ, ചിലർ പറയാറുണ്ട്, മൗലവി സുബഹി സംസ്കാരത്തോട് അടുക്കുമ്പോഴാണ് ഞങ്ങൾ പ്ലെയിനിൽ ഇന്ത്യയിലേക്ക് എത്താം, എന്ത് വേണം, നമസ്കരിക്കണ്ടേ? ഞാൻ പറഞ്ഞു, നിസ്കരിക്കാൻ സൗകര്യമില്ലല്ലോ. അത് ശരിയല്ല. ഈ എയർബസ് പോലത്തതായ വലിയ വലിയ പ്ലെയിനുകളിലൊക്കെ മധ്യത്തിൽ എന്തുണ്ട്, നമസ്കരിക്കാൻ സ്ഥലമുണ്ട്. നാം അതിന് ഒരുങ്ങിക്കഴിഞ്ഞാൽ അവിടെയുള്ളതായ പ്രവർത്തകന്മാർ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളാണെങ്കിലും അമുസ്ലിങ്ങളാണെങ്കിലും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു, നമ്മുടെ ആരാധന നിർവഹിക്കാൻ സൗകര്യം ചെയ്തു തരും. എനിക്ക് എത്രയോ പ്രാവശ്യം ഇവിടുന്ന് റിയാദിൽ പോകുമ്പോൾ അവിടെ പ്രവർത്തിക്കുന്നതായ മുദീഫ് സ്വന്തം വന്നിട്ട്, അതെ ഞാനും നിസ്കരിക്കുന്നുണ്ട്, നിങ്ങൾ എൻ്റെ ബൈക്കിൽ കൂടിക്കോളി, അല്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിസ്കരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇമാമും മോമുമായിട്ട് നിസ്കരിച്ച എൻ്റെ ഓർമ്മയിലുണ്ട്. അതുപോലെ നിങ്ങൾക്കും അനുഭവിച്ചേക്കാം. അതുകൊണ്ട് നമ്മിൽ നിർബന്ധമുണ്ടായാൽ അതിന് അള്ളാഹുവിന്റെ തൗഫീഖ് വരും എന്നല്ലാതെ ഇനി നാട്ടിലേക്ക് എത്തിയിട്ടാവാം, സൂര്യോദിച്ചിട്ടാവാം എന്ന് വെക്കാൻ പറ്റൂല. നിങ്ങൾ എന്ത് വേണം, അതാത് സമയത്ത് തന്നെ വുദു വരെ പഠിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ഭൂമിയിലേക്ക്, ഭൂമിയുടെ അവശിഷ്ടമുള്ള മണ്ണിന്റെ അവകാശമുള്ള എന്തിലേക്കും നിങ്ങൾ കടിക്കാം, എന്നിട്ട് തേമം ചെയ്യാം, എന്നിട്ട് നമസ്കരിക്കാം. എന്നാലും നമസ്കാര സമയത്ത് നമസ്കരിക്കാതിരിക്കാൻ ഒരു ഒഴിവ് അള്ളാഹു നൽകിയിട്ടേ ഇല്ല. പാടുള്ളതുമല്ല, ബുദ്ധിയുള്ള കാലത്തോളം, വിവേകമുള്ള കാലത്തോളം. അതെ, അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു വരുന്നത്, ഈ ഹദീസിൽ ഉദ്ദേശിക്കുന്നത് സുന്നത്തായ കാര്യമാണ്. നിങ്ങൾ വല്ലതും ചെയ്യുമ്പോൾ കഴിവുള്ളത് ചെയ്യുക, കഴിവില്ലാത്ത ചെയ്യാൻ നിൽക്കണ്ട. നിങ്ങൾ തുടക്കത്തിൽ തന്നെ ഒരു 4 റക്അത്ത് ളുഹ്ർക്ക് മുമ്പ്, 4 റക്അത്ത് ളുഹ്ർക്ക് ശേഷം, 4 റക്അത്ത് അസർക്ക് മുമ്പ്, ഇങ്ങനെ ഒരു ദിവസം നിസ്കരിച്ചു, ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പിറ്റേ ദിവസം വന്നപ്പോൾ ഒന്നുമില്ല, ഒരു റക്അത്തും ഇല്ല. സുന്നത്ത് അങ്ങനെ ആവരുത്. ചെയ്യാൻ തുടങ്ങുമ്പോൾ നിങ്ങൾക്ക് എന്നും ചെയ്യാൻ പറ്റുന്ന രീതി അംഗീകരിക്കുക. എന്നും ചെയ്യാൻ പറ്റുന്ന റസൂൽ പറഞ്ഞതുപോലെ 12 റക്അത്ത്, സുബഹിക്ക് മുമ്പ് 2, ളുഹ്ർക്ക് മുമ്പ് 4, ളുഹ്ർക്ക് ശേഷം 2, അസർക്ക് ശേഷമോ മുമ്പോ ഇല്ല, മഗ്രിബിന് ശേഷം 2, ഇശാക്ക് ശേഷം 2. ഇതാണ് 12. ഇതാണ് ഏറ്റവും കടുകട്ടിയുള്ള, റസൂൽ സ്ഥിരമായി നിസ്കരിച്ചു കൊണ്ടേ ഇരുന്നതായ, ഒഴിവാക്കിയിട്ടേ ഇല്ല യാത്രയിലല്ലാതെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴെങ്കിലും ഒഴിവായി പോയാൽ ആ ഒഴിവാക്കിയത് റസൂലുള്ളാഹി ഖള വീട്ടാറുണ്ടായിരുന്നു. ഖളയിൽ ചർച്ചയുമുണ്ട്, സുന്നത്ത് വീട്ടണമോ ഇല്ലേ എന്നതിൽ. എന്തുകൊണ്ട്? നിങ്ങൾ കേൾപ്പിച്ചില്ലേ, നിങ്ങൾ മടി കാണുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് ചെയ്യുന്ന അനുഗ്രഹത്തിൽ പിൻവലിക്കും. അതുകൊണ്ട് നമ്മൾ നിന്നിട്ട് മടി ഉണ്ടാവരുത്. മടി എപ്പോഴും അള്ളാഹ്ക്ക് ചെയ്യുന്ന അമലുകളിൽ വീഴ്ച, മടി
അത് നമ്മൾ നിന്നിട്ട് ഉടലെടുക്കാൻ പാടില്ല. എപ്പോഴും ആവേശത്തോടെ, എപ്പോഴും ഉന്മേഷത്തോടെ. എന്ന് മാത്രമല്ല, വയസ്സും പ്രായം കൂടുമ്പോൾ ഉന്മേഷം ആവേശം കൂടണമെന്നാണ്. ഇയാസ് ഇബ്നു മുആവിയന്റെ കഥ ഞാനിവിടെ കേൾപ്പിച്ചിട്ടില്ലേ? മഹാനേതാവ്, നമുക്കറിയാവുന്ന അതിബുദ്ധിശാലികളിൽ ഒരാളായിട്ട് ഞാൻ എണ്ണാറുണ്ട്. എൻ്റെ ക്ലാസ്സിൽ പലപ്പോഴും നിങ്ങൾ കേട്ട് പഠിച്ചതാണ്. അതിബുദ്ധിശാലിയായ ഇയാസ് ഇബ്നു മുആവിയ, വയസ്സും പ്രായക്കായി വാർദ്ധക്യമായി നല്ല യുവത്വമുള്ള ബാല്യക്കാർ യുവാക്കളായ മക്കളുണ്ട് കൂടെ. ഇയാളാണെങ്കിൽ ഒരു യുദ്ധം ഒഴിവാക്കൂല, ഒരു അമലുകൾ വർദ്ധിപ്പിച്ച് വയസ്സും പ്രായവും വർദ്ധിക്കുമ്പോഴെല്ലാം മൂപ്പരുടെ സൽക്കർമ്മങ്ങളുടെ വർധന കൂടുകയാണ്, അത് വർദ്ധിച്ചു വരികയാണ്. ചോദിച്ചു, കുട്ടികൾ എന്തിനാണ് ഇത്ര പ്രയാസപ്പെടുന്നത്? നിങ്ങൾ ആ യുവത്വം തുളുമ്പുന്ന കാലഘട്ടത്തിലൊക്കെ വേണ്ടതൊക്കെ ചെയ്തില്ലേ? ഇപ്പോഴും നിങ്ങൾ തന്തയല്ലേ, ഒന്ന് വിശ്രമിച്ചൂടെ എന്ന ശൈലി കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞ, മക്കളെ, ഈ കുതിരപ്പന്തയം നിങ്ങൾ കണ്ടിട്ടില്ലേ? ആ, കണ്ടു. കുതിരപ്പന്തയും അതുപോലെ തന്നെ ഈ കഴുതപ്പന്തയും നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ? അതും കണ്ടിട്ടുണ്ട്. എന്നാൽ ഏറ്റവും സ്പീഡിൽ കുതിര എപ്പോഴാണ് ഓടുക? ലാസ്റ്റ് ട്രിപ്പിൽ. അത് ഏറ്റവും ഓടുക എന്നതിൽ പിന്നിലാവൽ എപ്പോൾ ആരാണ്? അത് കഴുതയാണ്. എപ്പോൾ ഓടി രണ്ടാം ട്രിപ്പിൽ കുറഞ്ഞു, മൂന്നാം ട്രിപ്പിൽ അതിലും കുറഞ്ഞു, നാലാം ട്രിപ്പിൽ അതിലും കുറഞ്ഞു, അവസാനം പിന്നെ ഓടാൻ തന്നെ പറ്റാതെ അവൽ കഴുതന്റെ സ്വഭാവമാണ്. അപ്പോൾ നിങ്ങളുടെ വാപ്പ കഴുതയുടെ സ്വഭാവം അംഗീകരിക്കണമെന്നാണോ അല്ല കുതിരയുടെ സ്വഭാവം അംഗീകരിക്കണമെന്നാണോ നിങ്ങൾ പറയുന്നതെന്ന് മഹാനായ ഇയാസ് ഇബ്നു മുആവിയ ചോദിച്ചു പോലോ. അപ്പോൾ നാം എന്ത് വേണം? വയസ്സ് വർദ്ധിച്ചു വരുമ്പോഴെല്ലാം ആവേശവും ഉന്മേഷവും അമലിൽ വർദ്ധിക്കണം. അതുകൊണ്ട് നമുക്കിവിടെ പരിചയമുണ്ട്, കണ്ടിട്ട് മസ്ജിദ് നബവിയുടെ അകത്ത് ഒന്നാം സഫിൽ അണിനിരക്കുന്നവരുടെ ശൈലി നിങ്ങൾ നോക്കുക. ഒന്നൊരിക്കലോ ഇങ്ങനെ ആയിരിക്കും വന്നിരിക്കുക. നേരെ നിൽക്കാൻ വരെ പ്രായം കൂടിയത് കാരണത്താൽ സാധിച്ചോളമല്ല. പള്ളിയുടെ വാതിൽ പൂട്ടുന്ന കാലഘട്ടത്തിൽ തുറക്കാൻ വേണ്ടി കാത്തിരിക്കുന്നവരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഞാൻ വണ്ടി നിർത്തിയിട്ട് ഒരു സുഹൃത്തിനോട്, ഷാരിമൽ അബ്ദുൽ അസീൽ, പണ്ടപ്പോഴോ ഞാൻ എപ്പോഴെങ്കിലും പള്ളിയിൽ പോവുകയാണെങ്കിൽ അങ്ങനെ ഒരവസരത്തിൽ മസ്ജിദ് നബവിയിലേക്ക് സമയസ്കരിക്കാൻ പോകുമ്പോൾ ഒരു തന്തയെ കണ്ടു. ബുഹാരിയാണ് ആള്. ഇങ്ങനെയാണ് നടക്കുന്നത്, വടിയുമായി. ഞാൻ കാറ് സൈഡിലാക്കിയപ്പോൾ മൂപ്പര് പോയിക്കോളി. മൂപ്പർക്ക് നടക്കണം, മൂപ്പർക്ക് അള്ളാഹ് റസൂലിന്റെ പള്ളിയിലേക്ക് നടക്കണം, നടന്നുകൂലി സമ്പാദിക്കണം, കാറിൽ കയറേണ്ടതാണ്. നമുക്കൊക്കെ ലജ്ജ തോന്നാണ് കേൾക്കുമ്പോൾ, അല്ലേ? കാരണം നമ്മുടെ ആവേശം കാരണത്താൽ താരതമ്യപ്പെടുത്താൻ പറ്റുന്ന ആവേശമാണോ ഇത്? നോക്കണം, ഒരു ആത്മപരിശോധന നടത്തണം. സുഹൃത്തുക്കളെ, എത്ര തന്നെ നാം വയസ്സും പ്രായവും കൂടിയാലും ആവേശവും ഉന്മേഷവും ഹൃദയത്തിൽ ഉണ്ടാവണം. എന്തിൽ? അമൽ ചെയ്യുന്ന കാര്യത്തിലും അള്ളാഹിലേക്ക് അടുക്കുന്ന കാര്യത്തിലും. അതെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാ ദാവമ അലൈഹി വഇൻ ഖലദ, ഏതെങ്കിലും ഒരു അമൽ ചെയ്താൽ അഹബ്ബു സ്വലാത്തി ഇലല്ലാഹി ഇലാ റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം മാ ദാവമ അലൈഹി, നബിക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമസ്കാരം നബി സ്ഥിരമായി നമസ്കരിച്ചു കൊണ്ടേയിരിക്കാറുള്ളതാണ്. എപ്പോഴെങ്കിലും ഒരു പുതിയ നമസ്കാരം നമസ്കരിച്ചാൽ പിന്നെ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തുടർച്ചയായിട്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യും. അത് റസൂലുള്ളാഹിന്റെ പ്രത്യേകതയാണ്. ഒരു നമസ്കാരം റസൂൽ ആരംഭിച്ചു കഴിഞ്ഞാൽ സുന്നത്ത് ഏതെങ്കിലും ടൈമിൽ, രാവിലെ ആവട്ടെ രാത്രിയാവട്ടെ, പിന്നെ അത് നിർത്തില്ല. തുടർച്ചയായിട്ട് അള്ളാഹിന്റെ മുമ്പിൽ റസൂൽ ലജ്ജ തോന്നലാണ്. റബ്ബിന്റെ മുമ്പിൽ ഈ സമയത്ത് നിന്നിട്ട് ഇനി ആ സമയം വരുമ്പോൾ നിൽക്കാതിരിക്കൽ എങ്ങനെയെന്ന് അവിടേക്കൊന്നും നമ്മൾ എത്തൂലട്ടാ. എങ്കിലും നമുക്ക് ആ കഴിവിന്റെ പരമാവധി, നമ്മുടെ കഴിവിന്റെ അണ്ടറിൽപ്പെട്ടതെങ്കിലും നാം ചെയ്യണം, വീഴ്ച വരുത്താതെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നമുക്ക് ഇവിടെ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് റാങ്ക് നേടിയവരുടെ നാട്ടിൽ ജീവിക്കുകയാണല്ലോ. അപ്പോൾ ആ ഇൻട്രസ്റ്റ് നമ്മൾ ഉണ്ടാവണ്ടേ? നാം ഇപ്പോൾ റമദാനിന്റെ വാതിൽക്കലാണ്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അതെ, നിങ്ങൾ കേട്ടത് ബുഖാരിയിലാണ്, മുസ്ലിമിലാണ്. ബുഖാരിയിൽ 1970, മുസ്ലിമിൽ 782. അതുപോലെ തന്നെ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, നബി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, ശഅബാൻ മാസമാകുമ്പോൾ ഞാൻ റസൂലുള്ളാഹിന്റെ കൂടെ ജീവിക്കുന്നത് കൊണ്ട് പലപ്പോഴും റമളാൻ നോമ്പ് എനിക്ക് കൊല്ലത്തിൽ മറ്റു മാസങ്ങളിൽ മെൻസസ് കാരണത്താൽ, ഹൈദുള്ള കാരണത്താൽ ഒഴിവാക്കുന്ന നോമ്പ് മറ്റു മാസങ്ങളിൽ എനിക്ക് വീട്ടാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഞാൻ അതിനെ വീട്ടൽ ശഅബാനിലായിരുന്നു. റസൂലുള്ളാഹി സുന്നത്തായിട്ട് ഇങ്ങനെ നോമ്പ് വർദ്ധിപ്പിക്കും. ഞാൻ എൻ്റെ നിർബന്ധമായ ഫർദ് നോമ്പ് ബാക്കിയുണ്ടെങ്കിൽ അതുകൂടി നോക്കുമെന്ന് നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നതും ബുഖാരിയിൽ 1950 നമ്പർ ഹദീസ്, മുസ്ലിമിൽ 1144 നമ്പർ ഹദീസ്. സഹോദര സഹോദരിമാരെ, പിന്നെ നാം ഈ വിഷയത്തിൽ പഠിക്കേണ്ടതായ ഭാഗം ശഅബാൻ 15 കഴിഞ്ഞാൽ റസൂലുള്ളാഹി വിരോധിച്ചു നോമ്പ്. ശ്രദ്ധിക്കുക,
സുന്നത്ത് നോമ്പ് മുമ്പ് നോക്കിക്കൊണ്ടേ ഇരിക്കുന്ന വ്യക്തി, 1-ാം തീയതിയെ നോക്കാൻ ആരംഭിച്ച വ്യക്തി, അല്ലെങ്കിൽ എല്ലാ മാസവും 13, 14, 15 സ്ഥിരമായി നോക്കിക്കൊണ്ടേ ഇരിക്കുന്ന വ്യക്തി, അപ്രകാരം തന്നെ എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും സ്ഥിരമായി നോക്കിക്കൊണ്ടേ ഇരിക്കുന്ന വ്യക്തി, ഇങ്ങനെയുള്ളവരല്ലാത്തവർ, ശ്രദ്ധിക്കുക, ഈ പറഞ്ഞ ഇനത്തിൽപ്പെട്ടവരല്ലാത്തവർ പുതുതായിട്ടൊരു നോമ്പായി ശഅബാൻ 15-നോ അല്ലെങ്കിൽ 16-നോ അല്ലെങ്കിൽ 15 മുതൽ അങ്ങോട്ടുള്ള നോമ്പോ നോക്കാൻ പാടില്ല എന്ന് നബിയുന മുഹമ്മദുൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ചിട്ടുണ്ടെന്ന് സഹീഹായ ഹദീസിൽ ആയിഷ റളിയല്ലാഹു തആല സഹീഹ ഹദീസിൽ കാണുന്നു. അപ്രകാരം തന്നെ റസൂലുള്ളാഹി ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുന്നു, കാന അഹബ്ബു ശുഹൂരി ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിക്ക് റമളാനോട് കൂട്ടിച്ചേർത്ത് കൂടുതൽ നോമ്പ് പിടിക്കാൻ ഇഷ്ടമുള്ള, ചിലപ്പോൾ കൂട്ടിച്ചേർത്ത് നോക്കാൻ ഇഷ്ടമുള്ള മാസം അത് ശഅബാനായിരുന്നു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാൻ 1 മുതൽ നോമ്പ് പിടിക്കും, ചിലപ്പോൾ തുടർച്ചയായിട്ട് റമളാനിലേക്ക് എത്തിക്കും, റമളാനിനെ കൂട്ടിച്ചേർക്കുകയും ചെയ്യും. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, 1-2 ദിവസം മുമ്പ്, റമളാനിന് മുമ്പ് അവർ നോക്കുന്ന നോമ്പല്ലെങ്കിൽ നോക്കരുത്. മനസ്സിലായോ? ആ യൗമിന്റെ, ആ ദിവസങ്ങളുടെ പേരെന്താണ്? അയ്യാമു ഷക്ക്. നാളെ റമളാനാവാൻ സാധ്യതയുള്ള റമളാൻ മാസം വരുന്നതിന് മുമ്പുള്ള 1-2 ദിവസങ്ങളിൽ അവൻ സ്ഥിരമായി നോക്കുന്ന നോമ്പല്ലെങ്കിൽ നോക്കരുത്. അപ്പോൾ മനസ്സിലായില്ലേ? സ്ഥിരമായി നോക്കുന്ന നോമ്പെന്ന് വെച്ചാൽ ആ ദിവസം വ്യാഴാഴ്ച വന്നു നോക്കാം, അവൻ വ്യാഴാഴ്ച സ്ഥിരമായി നോക്കുന്ന ആളാണെങ്കിൽ, ആ ദിവസം തിങ്കളാഴ്ച വന്നു നോക്കാം, അവൻ സ്ഥിരമായി തിങ്കളാഴ്ച നോമ്പ് പിടിക്കുന്ന വ്യക്തിയാണെങ്കിൽ. ഇപ്പോൾ മനസ്സിലായില്ലേ? ഇതൊക്കെ നാം ചെയ്യേണ്ട, പഠിക്കേണ്ട, റസൂലുള്ള പഠിപ്പിച്ച, നോക്കിയാൽ കൂലി കിട്ടുന്ന സുന്നത്തായ ചെറിയായ നോമ്പുകളെ കുറിച്ചാണ് നിങ്ങൾ കേൾക്കുന്നത്. അതുപോലെ ആയിഷ പറഞ്ഞതുപോലെ തന്നെ ഉമ്മു സലൈമയും പറയുന്നുണ്ട്. അഹമ്മദ് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് നേരത്തെ നിങ്ങൾ കേട്ടതായ ആയിഷയുടെ ഹദീസ്. അതുപോലെ തുടർച്ചയായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനും റമളാനും നോക്കാറുണ്ടായിരുന്നു എന്ന്. لا يتقدم أحدكم بيوم أو يومين إلا أن يكون رجل كان يصوم صومه فليصم ذلك اليوم. ഹദീസിന്റെ നസ്സന്നെ കേട്ടോളീൻ. ആരും റമളാനിന് മുമ്പ് 1-2 ദിവസം മുമ്പ് നോക്കരുത്, അവൻ സ്ഥിരമായി നോക്കുന്ന നോമ്പല്ലെങ്കിൽ എന്ന് നബി പറഞ്ഞു. സഹീഹ് ബുഖാരി 1914, സഹീഹ് മുസ്ലിം 1082, എല്ലാം മുത്തഫഖുൻ അലൈഹിയാണ് എന്നർത്ഥം. അതെ, റസൂലിനോട് ചോദിക്കപ്പെട്ടു എന്ന്. ശഅബാൻ 15-നെ കുറിച്ചാണല്ലോ ഇപ്പോൾ നമ്മൾക്ക് പഠിക്കേണ്ടത്. ഒരു ഹദീസിൽ കാണുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ചോദിക്കപ്പെട്ടു, ഏത് മാസമാണ് നിങ്ങൾക്ക് നോമ്പ് പിടിക്കാൻ ഇഷ്ടമുള്ള മാസം? റമളാൻ കഴിഞ്ഞാൽ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശഅബാനാണെന്ന് പറഞ്ഞു എന്നാണ്. അപ്പോൾ ഈ ഹദീസ് മഹാനായ അൽ ഇമാം തുർമുദി റഹ്മത്തുള്ളാഹി അലൈഹി ഗരീബാണ്, ലഈഫാണെന്നർത്ഥം, സ്വീകാര്യോഗ്യമല്ല, അമൽ ചെയ്യാൻ പറ്റുന്നതല്ല. എന്തുകൊണ്ട്? സഹീഹായ ഹദീസ് ഹദീസിനോട് ഏറ്റുമുട്ടൂല. സഹീഹായ ഹദീസ് ഏതാണ്? അഫ്ളലുസ് സിയാമി ബഅദ റമളാൻ, റമളാൻ കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ളതായ നോമ്പ് ഷഹ്റുല്ലാഹിൽ മുഹറം, മുഹറം മാസത്തിലുള്ളതായ നോമ്പാണെന്ന് നബിയുന മുഹമ്മദ് റസൂലുള്ളാഹി. ഇത് കടുകട്ടിയുള്ളതായ ഹദീസ് നാം പലപ്പോഴും ആശൂറ തസുഅ പറയുന്ന കാലഘട്ടത്തിൽ കേൾക്കാറുള്ളതാണ്. അത് ഇതിനോട് ഏറ്റുമുട്ടുന്നത് കൊണ്ടും, അപ്രകാരം സനദ് ക്ലിയർ അല്ല എന്നതുകൊണ്ടും, മത്നും ക്ലിയർ അല്ല എന്നതുകൊണ്ടും അത് തള്ളപ്പെടുകയും ചെയ്തു. അപ്പോൾ ഇതുവരെ പറഞ്ഞതിൽ നമ്മുടെ ഈ മറ്റന്നാളോ നാളെയോ എപ്പോഴാ 15 കേരളത്തിലെപ്പോഴാ? മറ്റന്നാളാ. ശഅബാൻ 15 നോമ്പ് വന്നില്ലല്ലോ. നമുക്ക് വേണ്ടത് അതല്ലേ അല്ലേ? ശഅബാൻ 15 നോമ്പ് എവിടുന്നാ വന്നത്? പിന്നെ ധാരാളം ലഈഫായ ഹദീസുകൾ അങ്ങനെയുള്ള ഒരു രാത്രിയുണ്ട് എന്നും ആ രാത്രിയിൽ പ്രത്യേകതയുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് കാണുന്നു. അതുകൊണ്ട് തന്നെ
പണ്ഡിതന്മാരിൽ നിന്നിട്ട്, മുസ്ലിം പണ്ഡിതന്മാരിൽ നിന്നിട്ട് ഒറിജിനൽ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങളുടെ ആ നെടുന്തൂണുകളായി ഇമാമുകളിൽ നിന്നിട്ട് ബഹുഭൂരിപക്ഷം പറഞ്ഞതായ തത്വം, അങ്ങനെ ഒരു പ്രത്യേകത ശഅബാൻ മാസത്തിന് നൽകിയും കൊണ്ട് അമൽ ചെയ്യൽ ബിദ്അത്താണ്. റസൂല് പഠിപ്പിച്ചതായ നോമ്പ് വർദ്ധിപ്പിക്കുക 1 മുതൽക്ക് എന്നതല്ലാതെ, പ്രത്യേകിച്ച് ശഅബാൻ 15 എന്ന ഒരു ബറാഅത്ത് രാത്രി എന്ന പേരിലുള്ളതായ വരാത്ത രാത്രിയെ കുറിച്ച് പറഞ്ഞതായ ഹദീസുകൾ മുഴുവനും ഒന്നിരിക്കലോ മൗദൂ അല്ലെങ്കിൽ വളരെ ശശികെട്ടത്. മൗദൂ എന്ന് പറഞ്ഞാൽ കെട്ടിയുണ്ടാക്കപ്പെട്ട കള്ള ഹദീസ്, അല്ലെങ്കിൽ വളരെ ശേഷികെട്ടതായ ഹദീസ്. സഹീഹ ഹദീസിലൂടെ ശഅബാൻ 15 കുറിച്ച് പറയുന്ന ഒരു വാക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്നിട്ട് വന്നിട്ടേ ഇല്ല, കുറിക്കപ്പെട്ടിട്ടേ ഇല്ല, റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടേ ഇല്ല. എന്തടോ ഉണ്ടെങ്കിൽ നമുക്ക് ഫത്ഹുൽ മുഈനിൽ ഉള്ളതായ ആ സുന്നത്തായ നോമ്പുകൾ പറയുന്ന ഭാഗത്തിൽ പൊന്നാണിയിൽ മെതിച്ച് കിടക്കുന്ന മഖ്ദൂമുകൾ പറയേണ്ടതല്ലേ? അതല്ലേ നാം ചെറുപ്പത്തിൽ പ്രാഥമിക വിദ്യാഭ്യാസം പഠിക്കാൻ വേണ്ടി നമ്മുടെ നാട്ടിലുള്ള മുസ്ലിയാമാര് പഠിച്ചതും ഓതിയതും? അതെ, ആ പുസ്തകത്തിൽ എന്തുകൊണ്ട് കയറിക്കൂടിയില്ല? ഇവിടെ ഉണ്ട് പള്ളി ദർസിൽ പഠിച്ച മുസ്ലിയാമാർ. അവരോട് ചോദിച്ചോളി, ഞാൻ മാത്രം പറയല്ല. അപ്പോൾ ഫത്ഹുൽ മുഈൻകാരൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ സുന്നത്തായ നോമ്പുകൾ വിശദീകരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഞാൻ കേരളത്തിലുണ്ടായിരുന്ന കാലഘട്ടത്തിൽ അതും വിഷയത്തിന്റെ പരിപൂർണതക്കാണ് മടക്കി പറയുന്നത്. കേൾക്കുമ്പോൾ വെറുപ്പുണ്ടെങ്കിലും മുഷിഞ്ചി കേട്ടോളീൻ. 10 കിതാബ് എന്ന് പറയുന്ന 12 കിതാബ് കേരളത്തിൽ ഞാൻ പണ്ട് വായിച്ച കിതാബാണ്. എൻ്റെ കൂടെയുണ്ട് ആ സാധനം. 10 കിതാബ് എന്ന 12 കിതാബ്. അതിലെന്തുണ്ട് ഒരു കിതാബ്? അതിന്റെ പേരെന്താണ്? കിതാബു അസ്സോം, നോമ്പിന്റെ കിതാബാകുന്നു എന്ന പേരിലുള്ള കിതാബുണ്ട്. അഥവാ ഷാഫി മദ്ഹബ് അനുസരിച്ചിട്ട് ഷാഫികൾ നോക്കേണ്ടതായ നോമ്പുകൾ വിശദീകരിക്കുന്ന കിതാബുസ്സൗം. ആ കിതാബുസ്സൗം പരിശോധിച്ചാൽ അതിൽ ശഅബാൻ 15 നോമ്പില്ല, റജബ് 27 നോമ്പില്ല. ഉണ്ടെങ്കിൽ ഉണ്ടാവേണ്ടതാണല്ലോ. ഹദീസിലുണ്ടെങ്കിൽ, സഹീഹായ ഹദീസിലൂടെ സ്ഥിരീകരിക്കപ്പെട്ടതാണെങ്കിൽ ഉണ്ടാവേണ്ടതാണ്. പിന്നെ ഇവിടുന്ന് വന്നത് ബഖയിലേക്ക് റസൂലുള്ള പുറപ്പെട്ടു പോലോ. ശഅബാൻ 15 രാത്രിയിൽ പുറപ്പെട്ടപ്പോൾ, ഞാൻ രാത്രി തന്നെ പറയുന്നു, കാരണം തെക്കേ കേരളത്തിൽ രാവ് എന്ന് പറയും, വടക്കേ കേരളത്തിൽ രാത്രി എന്ന് പറയും. അപ്പോൾ നാളെ 15 ആണെങ്കിൽ ഈ സമയത്തിനാണ് തെക്കുള്ളവർ രാവിലെന്ന് പറയാം അല്ലേ? രാവെന്ന് പറയില്ലേ? ഇന്നിപ്പോൾ വ്യാഴാഴ്ച രാവെന്ന് പറയില്ലേ? ഞങ്ങളുടെ നാട്ടിൽ വ്യാഴാഴ്ച രാത്രി എന്ന് പറയാ. മനസ്സിലായില്ലേ ചാഞ്ച്? കാസർഗോഡ് ജില്ലയിൽ മുഴുവനും വ്യാഴാഴ്ച രാത്രി എന്ന് പറയാ ഈ രാത്രിക്ക്, നാളെ വ്യാഴാഴ്ച ആണെങ്കിൽ. പറഞ്ഞു വരുന്നത്, അങ്ങനെയുള്ള 15 മുമ്പുള്ളതായ രാത്രിയിൽ രാവിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബഖയിലേക്ക് പോയി പോലോ. ഐഷ ബേക്കൽ കൂടി പോലോ. റസൂലുള്ളാഹി അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, എന്തെടി ഈ ചാട്ടം? പറഞ്ഞു, എനിക്ക് ഭയം, നിങ്ങൾ ഞാനല്ലാതെ വേറെ ഭാര്യന്റെ വീട്ടിലേക്ക് പോയി കളഞ്ഞോ എന്ന് പേടിച്ചിട്ട് ഞാൻ ബേക്കൽ കൂടിയതാണെന്ന്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്തേ എന്നിൽ വിശ്വാസമില്ല, ഞാൻ നിങ്ങളെ വഞ്ചിച്ചു കളയുമെന്നാണോ എന്നൊക്കെ ചോദിച്ചു പോലോ. അങ്ങനെ റസൂലുള്ളാഹി പറഞ്ഞു, നിങ്ങൾക്ക് അറിയുകയില്ലേ ആയിഷ, ഇന്നത്തെ രാത്രി എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങുന്ന രാത്രിയാണ്. ഇന്നത്തെ ദിവസത്തിൽ കൽബ് ഗോത്രക്കാരുടെ ആടുകളുടെ രോമത്തിന്റെ എണ്ണം അനുസരിച്ചിട്ട് ഉമ്മത്തുകൾക്ക് പുറത്തു കൊടുക്കുന്ന രാത്രിയാണ് ആയിഷ. ഇമാം ബുഖാരി പറയുന്നു, ഹദീസ് കൊള്ളൂല, തള്ളേണ്ട ഹദീസാണത്. ഞാൻ പറയില്ല കേട്ടാ, ഇമാം ബുഖാരി പറയാണ് ഈ ഹദീസ് തള്ളേണ്ട ഹദീസാണ്. പിന്നെ അതിനപ്പുറം വേറൊന്നുമില്ല. ലോകത്തിൽ ഖുർആൻ കഴിഞ്ഞാൽ ഖുർആന് തൊട്ടു നിൽക്കുന്നതായ നാം അംഗീകരിക്കുന്ന ഗ്രന്ഥമാണ്, അംഗീകരിക്കേണ്ട ഗ്രന്ഥമാണ്. നമ്മുടെ നേതാക്കൾ പഠിപ്പിച്ച ശൈലിയാണ്. 3 വഖ്തുകാരും മതം പൊട്ടിയവരും അഖലാനികളും ബുദ്ധിപൂജകന്മാരും ഹദീസിൽ അഹാദ് അംഗീകരിക്കാതെ തള്ളുന്നതായ മുഹദ്ദിസീങ്ങളായി അഭിനയിക്കുന്നതായ അറിവില്ലാത്തവരും അംഗീകരിച്ചില്ലെങ്കിലും നമുക്ക് നിർബന്ധമായി അംഗീകരിക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം നാം മുഅ്മിനീങ്ങളുടെ കൂടെ അണിനിരക്കാനാണ് തീരുമാനിച്ചത്. ആരെങ്കിലും മുഅ്മിനീങ്ങളുടെ കൂടെ അണിനിരന്നില്ലെങ്കിൽ മുഅ്മിനീങ്ങൾ പോയ റൂട്ടിലല്ല പോയതെങ്കിൽ നുവല്ലിഹി മാ തവല്ല, അവൻ പോകുന്ന വഴിയിലേക്ക് അവനെ നാം തെളിച്ചു വിടും. വനുസ്ലിഹി ജഹന്നം, എന്നിട്ട് ജഹന്നം കൊണ്ട് അവനെ നാം ചൂടുപിടിപ്പിക്കുമെന്ന് റബ്ബ് പറഞ്ഞതായ ആ അപകടത്തിൽ പെട്ടുപോകും. അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. അപ്പോൾ നാം അങ്ങനെ തീരുമാനിച്ചു കഴിഞ്ഞാൽ, നാം പഠിച്ചു വെച്ചതാണ് അസഹ്ഹു കുതുബിൻ ബഅദ കിതാബില്ലാ, അല്ലാഹുവിന്റെ ഗ്രന്ഥം കഴിഞ്ഞാൽ
ഇവിടെ അള്ളാഹുവിൻ്റെ വഹീനെ തന്നെ ക്രോഡീകരിച്ച് ഷർത്തുകൾ, നിബന്ധനകൾ കടുകട്ടിയുള്ളത് വെച്ചുകൊണ്ട് നമ്മുടെ മുമ്പിലേക്ക് ഏറ്റവും സഹീഹായത് സെലക്ട് ചെയ്തുകൊണ്ട് സമർപ്പിച്ച റഷ്യക്കാരനായ മഹാനായ അൽ ഇമാം മുഹമ്മദ് ഇബ്നു പണ്ഡിതന്മാരല്ല പറയേണ്ടത്, മുഹമ്മദ് ഇബ്നു ഇസ്മായിൽ ഇബ്നു ഇബ്രാഹിം അൽ ബുഖാരി അൽ ബർദിസ്ബഹ് അൽ ജുഹാഫി. ബർദിസ്ബ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് അറിഞ്ഞു അത് അറബിയല്ല, അനറബിയാണ്. മനസ്സിലായില്ലേ? നാമും വന്നു മദീനയിലേക്ക്, അദ്ദേഹം വന്നു മദീനയിലേക്ക്. ചേഞ്ച് എന്താണ്? അദ്ദേഹം മദീനയിലേക്ക് വന്നത് കാശുണ്ടാക്കാനല്ലായിരുന്നു. അദ്ദേഹം മദീനയിലേക്ക് വന്നത് ഇൽമ പഠിക്കാനും പഠിപ്പിക്കുവാനും ഇൽമിന്റെ പതാക പൊക്കുവാനും അതിന് അല്ലാഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകുകയും ചെയ്തു. അദ്ദേഹം എഴുതിയതായ താരീഖുൽ ഖബീർ എന്ന ഗ്രന്ഥം ഇവിടെയുള്ള സ്വർഗ്ഗത്തോപ്പിൽ ഇരുന്നു കൊണ്ട് വെളിച്ചമുള്ള രാത്രിയിൽ അഥവാ നിലാവുള്ള രാത്രിയിൽ എഴുതിയതാണ്. ഓരോ 9,000 പരം നമ്മുടെ റസൂലുള്ളാഹിന്റെ ഹദീസ് റിപ്പോർട്ട് ചെയ്തവരുടെ ചരിത്രം അദ്ദേഹം കുറിച്ചതായ ഗ്രന്ഥമാണ് അത്താരീഖുൽ കബീർ. ഓരോ വ്യക്തിയുടെ താരീഖ് ആ ഗ്രന്ഥത്തിലേക്ക് എഴുതിയപ്പോൾ 2 റക്അത്ത് നിസ്കരിച്ചിട്ട് എഴുതിയെന്നാണ് അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ മഹാനായ ഹാഫിദ് അദ്ദഹബി പറയുന്നത്. എവിടെ? സിയർ അഅലാമുൻ നുബല എന്ന 25 വാള്യമുള്ളതായ അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഇമാം ബുഖാരിയുടെ ഹിസ്റ്ററി പരിശോധിച്ചാൽ കാണാവുന്നതാണ്. അതുപോലെ അവർക്ക് മുമ്പ് ജീവിച്ചവരും പറഞ്ഞു പോയതായ ഭാഗമാണ് ആ ചരിത്രം 2 റക്അത്ത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയാറുള്ളത് ഫിൽ ഫറാഗി ഫളല റുകൂഇ അസാ അൻ തകൂനൽ മൗതതു ബഗ്താ കം സഹീഹിൻ റഅയ്തു മിൻ ഗൈരി സുഖ്മിൻ ذهبت نفسه الصحيحة فلتا. ടൈം കിട്ടുമ്പോഴെല്ലാം സുന്നത്ത് വർദ്ധിപ്പിച്ചു കൊള്ളുക. രാത്രിയാവട്ടെ പകലിലാവട്ടെ എത്ര ചാൻസ് കിട്ടുന്നു അത്ര നിങ്ങൾ സുന്നത്ത് നമസ്കാരം വർദ്ധിപ്പിക്കുക. എന്തുകൊണ്ട്? ഞാൻ കണ്ടിട്ടുണ്ട്, നിങ്ങൾ കാണാറുണ്ട്, എന്ത് ഹാർട്ട് ഫെയിലായിട്ട് നല്ല ആരോഗ്യമുള്ള മനുഷ്യന്മാർ പെട്ടെന്ന് NOC വരുന്നു പോകുന്നു. എപ്പോഴാണ് ഞാൻ മരിക്കും, എപ്പോഴും നിങ്ങൾ മരിക്കും പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് കിട്ടുന്ന ചാൻസ് മുഴുവനും നമസ്കാരം വർദ്ധിപ്പിച്ച്, സുന്നത്ത് വർദ്ധിപ്പിച്ച്, സുജൂദ് വർദ്ധിപ്പിച്ച് അള്ളാഹിലേക്ക് അടുക്കാൻ വേണ്ടി പരിശ്രമിക്കുക എന്ന പറഞ്ഞതായ മഹാവ്യക്തിയായ അൽ ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഹദീസ് ക്രോഡീകരിക്കപ്പെട്ടതായ ഗ്രന്ഥമാണ് നമ്മുടെ മുമ്പിലുള്ളതായ ആ ഗ്രന്ഥം. ആ ഗ്രന്ഥത്തിന്റെ ഉടമയായ ആ ഗ്രന്ഥം റസൂലുള്ളാഹിന്റെ ഹദീസാണ്. അങ്ങനെ ക്രോഡീകരിച്ച് നമ്മുടെ മുമ്പിൽ സമർപ്പിച്ചതായ ഇമാം പറയുന്നു, ഈ ബറാത്ത് രാത്രി എന്ന വരാത്ത് രാത്രിയെ കുറിച്ച് പറയുന്ന ഹദീസിനെ കുറിച്ച് കൊള്ളൂല, കള്ള ഹദീസ്, അല്ലെങ്കിൽ സ്വീകാര്യോഗ്യമല്ല, അത് അംഗീകരിക്കാൻ പറ്റുകയില്ല എന്ന്. അതുപോലെ തന്നെ അതിനുശേഷം വരുന്നതായ അല്ലാഹു സുബ്ഹാനഹു വ തആല രാത്രിയിൽ ഇറങ്ങുമെന്നും അനുഗ്രഹിക്കുമെന്ന് പറയുന്ന വേറെയും ഹദീസുകൾ കാണാം. അവകളും തള്ളപ്പെട്ടതായ ഹദീസുകളാണ്. ഏക ഹദീസായിട്ട് ശഅബാ മാസത്തിനെ മൊത്തത്തിൽ കുറിച്ച് സംസാരിക്കുന്ന ഏക ഹദീസായിട്ട് ഹസനാക്കി അൽബാനി ഇസ്നാദിനെ മാറ്റിയ, ശ്രദ്ധിക്കണം, ഈ ശൈലി പണ്ഡിതന്മാർക്ക് ഉപകരിക്കുന്ന ശൈലിയാണ്. ഇമാം ഷെയ്ഖ് നാസറുദ്ദീൻ അൽബാനി അതിന്റെ ഇസ്നാദ് ഹസനാണ്. ഇസ്നാദ് ഹസൻ എന്ന് പറയുമ്പോൾ ഹദീസ് സഹിയാണെന്നുള്ള അർത്ഥം അതിനില്ല കേട്ടോ, അത് മനസ്സിലാക്കണം. അതിന്റെ ഇസ്നാദ് ഹസനാണ് എന്ന് പറഞ്ഞു പോയതായ ഏക ഹദീസ് ഈ വിഷയത്തിൽ എന്താണെന്ന് അറിയാമോ? റസൂലിനോട് ചോദിക്കപ്പെട്ടു പോലോ, നിങ്ങൾ എന്തിനാണ് കൂടുതൽ നോമ്പ് ഈ മാസത്തിൽ നോക്കുന്നു എന്ന്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പോലോ, ഇത് ജനങ്ങൾ അശ്രദ്ധരായ റജബിന്റെയും റമളാന്റെ ഇടയിലുള്ള ഒരു മാസമാണ്. ഈ മാസത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജനങ്ങളുടെ അമലുകളെ ആകാശത്തിലേക്ക് ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ അമലുകളെ ആകാശത്തിലേക്ക് അല്ലാഹ് ഉയർത്തുമ്പോൾ ഞാൻ നോമ്പുകാരനാവട്ടെ എന്ന ആഗ്രഹമാണ് ഈ മാസം നോമ്പ് അധികരിപ്പിക്കാൻ കാരണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. ഈ ഹദീസിന്റെ ഇസ്നാദ് ഹസനാണെന്ന് മാത്രം എന്ന്. ഇതല്ലാതെ വേറൊരു ഹദീസും ശഅബാ മാസത്തിനെ കുറിച്ചുള്ള പ്രത്യേകത പറയുന്നതോ അല്ലെങ്കിൽ ശഅബാ മാസത്തിൽ 15-ാം ദിവസം നോമ്പ് പറയുന്നതോ ബറാത്ത് രാത്രി എന്ന വരാത്ത് രാത്രിയെ കുറിച്ച് പറയുന്നതോ നമുക്ക് ചൂട്ടുകത്തിച്ച് നോക്കിയാൽ സാധിക്കുന്നതല്ല. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, വീണ്ടും മടക്കി പറയുന്നു. ഞാൻ ഇവിടെ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞപ്പോൾ 10-20 കൊല്ലം മുമ്പ് ഇവിടെ ജീവിച്ചതായ ഒരു മുസ്ലിയാർ ഫൈസിയാണ് അദ്ദേഹം. അതുകൊണ്ട് ഞാൻ ഫൈസികളെ ആക്ഷേപിക്കല്ല. നമുക്ക് ഒരു വകുപ്പിനോടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയോടോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തോടോ ഒരു അറുപ്പോ വെറുപ്പോ
ഗ്രൂപ്പോ പ്രത്യേകമായില്ല. നാം ഇവിടെ ആദർശം പറയുന്നു. നാം പറയുന്നതായ ആദർശം ഖുർആനും സുന്നത്തും സലഫ് സാലിഹ്യങ്ങളുടെ മനഹജും അനുസരിച്ചാണെന്ന് ബോധ്യപ്പെടുന്നവർ അംഗീകരിക്കട്ടെ, അല്ലാത്തവർ തള്ളട്ടെ. നാം നമ്മുടെ ബാധ്യത നിർവഹിക്കുന്നു എന്ന് മാത്രം. അങ്ങനെ ഞാൻ സംസാരിച്ചപ്പോൾ എന്നെ ആക്ഷേപിച്ചുകൊണ്ടുള്ള രൂപത്തിലല്ലെങ്കിലും അദ്ദേഹം എന്താണ് ബറാത്ത് രാത്രി എന്ന് വിശദീകരിക്കാൻ ഒരു ലഘുലേഖ എഴുതി. ആ ലഘുലേഖ ഇപ്പോഴും ഞാൻ സൂക്ഷിച്ചു വെക്കുന്നുണ്ട്. ആ ലഘുലേഖയുടെ തുടക്കം തന്നെ ബറാത്ത് രാത്രി എന്ന ഒരു രാത്രിയെക്കുറിച്ച് സഹീഹായ ഹദീസുകൾ വന്നിട്ടില്ലെങ്കിലും എന്നാണ് അതിൻ്റെ തുടക്കം. അതിൻ്റെ മുഖവരിയിൽ അങ്ങനെ പറയുന്നുണ്ട്. അതിനപ്പുറം അദ്ദേഹം എന്തു പറഞ്ഞു നമ്മൾക്ക് അറിയേണ്ട ആവശ്യമില്ല. അതിനപ്പുറം മൂപ്പർ എന്താ പറഞ്ഞതെന്ന് അറിയേണ്ട ആവശ്യമില്ല. മൗലൂദിനെ കുറിച്ച് നമ്മൾ പാടാറുണ്ടല്ലോ. നമ്മുടെ മൗലവിമാരൊക്കെ പാടി പണ്ടേ കളിപ്പിക്കാറുള്ളതാണ് തഴവ മൗലവി പാടി എന്ന്. എന്ത് മൗലൂദ് ഓതല് മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഖാവി പറഞ്ഞതായി കാണുന്നതാ, അത് സീറത്തുൽ ഹലബിയ്യയിൽ നോക്കേണ്ടതാ. ഇത് സമസ്ത മുസ്ലിംമാര് പാടിയതാണ്. എന്ത് ഇങ്ങനെയുള്ള സാധനം പണ്ടില്ല, പിന്നെ എങ്ങനെ ഉണ്ടായി, ആരുണ്ടാക്കി, എന്തിനുണ്ടായി, അത് നമ്മൾക്ക് അറിയേണ്ട ആവശ്യമില്ല. ഇല്ല എന്നറിഞ്ഞാൽ തീർന്നു. കാരണം അള്ളാഹും റസൂലും നമ്മോട് കൽപ്പിച്ചത് ആ കാലഘട്ടത്തിലുള്ളത് അംഗീകരിക്കണം. അതാണ് ഖുർആൻ, അതാണ് സുന്നത്ത്, അതാണ് മനഹജു സലഫ്. അതല്ലാത്ത നമ്മൾക്ക് വേണ്ടാന്ന് നമുക്ക് മുൻകൂട്ടി പഠിച്ച അറിഞ്ഞ നാം മാനദണ്ഡമാക്കി വെച്ച തത്വം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. അത് തീർന്നു, അതോടുകൂടി അവസാനിച്ചു. പിന്നെ ആൾക്കാർ എന്തിനു കാട്ടി? ഞാൻ പറയാറുണ്ട്, ഞാൻ ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, ഇങ്ങനെയുള്ളവർ പറയുന്നവർ മൗലൂദ് പോലത്തെ അനാചാരങ്ങൾ സ്ഥാപിക്കാൻ വേണ്ടി സംസാരിക്കുന്നവർ പലരും പറയാത്തത് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ പോക്കറ്റിലുണ്ട്. ഞാൻ പണ്ട് എൻ്റെ അറിവില്ലാത്ത കാലഘട്ടത്തിൽ കാസർഗോഡ് ജില്ലയിൽ പലയിടങ്ങളിലും മൈസൂർ സ്റ്റേറ്റിലും പലയിടങ്ങളിലും പറഞ്ഞു നടന്നിരുന്നു. അത് മനസ്സിലായില്ലേ? എന്തിനു? മൗലൂദിനെ സ്ഥാപിക്കാൻ വേണ്ടി. പക്ഷേ നമുക്ക് അതിനെല്ലാം മറുപടിയായിട്ട് സുന്നത്തും ഖുർആനും സുന്നത്തും സലഫ് സാലിഹ്യങ്ങളുടെ മനഹജും പഠിച്ച ശേഷം, സത്യം മനസ്സിലാക്കിയ ശേഷം പിന്നെ പറയാനുള്ളത് ഈ പറയുന്ന തെളിവുകളൊക്കെ അബൂബക്കർ കണ്ടില്ലേ, ഉമർ കണ്ടില്ലേ, ഉസ്മാൻ കണ്ടില്ലേ, അലി കണ്ടില്ലേ, അള്ളാഹ് സെലക്ട് ചെയ്ത് സ്വർഗത്തിൽ ടിക്കറ്റ് ഭൂമിയിൽ നിന്ന് നൽകിയതായ 1,00,000 സഹാബാക്കൾ കണ്ടില്ലേ, അവർക്ക് ശേഷം ജീവിച്ച താബിഈങ്ങൾ കണ്ടില്ലേ, മദ്ഹബിന്റെ ഇമാമിങ്ങൾ കണ്ടില്ലേ? അവരെന്താണ് നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കാത്തത്? തീർന്നു. അതോടുകൂടി മറുപടി കിട്ടി. പിന്നെ ഓരോന്നിനും എടുത്തിട്ട് പ്രത്യേകം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ട് മറുപടി പറഞ്ഞ് ടൈം വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെയാണ് ഇത്തരം കാര്യത്തിലും നമുക്ക് പഠിക്കാനുള്ളത്, മറുപടി കണ്ടെത്താനുള്ളത്. നാം ഉള്ളത് പതരാത്ത പദത്തോടെ ചിതരാത്ത ചിത്തത്തോടു കൂടി ലോകത്തോട് ശക്തിയോടുകൂടി പറയാൻ പറ്റുന്നതായ തത്വം മാത്രമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ചിലപ്പോൾ വാചാലത കാരണത്താൽ നമ്മേക്കാളും വാക്ക് കസർത്തിന് കഴിവുള്ള ആൾ എന്തെങ്കിലും പറഞ്ഞിട്ട് ജനങ്ങളെ കുഴപ്പത്തിലാക്കാൻ സാധ്യതയുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം നീ പഴിച്ചു എന്നല്ല, അതിൻ്റെ അർത്ഥം നീ ശേഷി കിട്ടുമോ എന്നല്ല. നിന്റെ കൂടിയാണ് തെളിവ്, നിന്റെ കൂടിയാണ് ശക്തി. നീ ഖുർആന്റെ കൂടിയാണെങ്കിൽ, നീ സുന്നത്തിന്റെ കൂടിയാണെങ്കിൽ, നീ സലഫ് സാലിഹ്യങ്ങളുടെ കൂടെയാണെങ്കിൽ. അതെ, അപ്പോൾ നാം എന്ത് പഠിച്ചു? പിന്നെ ഈ പറഞ്ഞ ഹദീസ് ഇല്ലാതെ തന്നെ റസൂൽ ശഅബാ മാസം 1 മുതൽ നോമ്പ് നോക്കാൻ ആരംഭിച്ചു. നമ്മുടെ മുമ്പിലില്ലേ? നാം കേട്ടില്ലേ ബുഖാരിയിലൂടെ മുസ്ലിമിലൂടെ? അതുപോലെ സിദ്ധിച്ച ലാഭം മതി. എന്തിനാണ് പിന്നെ കള്ള ഹദീസെന്നോ അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വിധേയമായ ഹദീസെന്നോ അല്ലെങ്കിൽ സ്വീകരിക്കപ്പെടാത്ത ഹദീസെന്നോ പറയപ്പെടുന്ന ഹദീസുകളുടെ ആവശ്യം? പിന്നെ ഈ ഹദീസിലുള്ളതായ അല്ലാഹു സുബ്ഹാനഹു വ തആല മീതെ അമാലുകൾ പൊക്കുമെന്ന് പറയുന്നത് ശഅബാനിലെ മാത്രമാണോ? എല്ലാ വ്യാഴാഴ്ചയും എല്ലാ തിങ്കളാഴ്ചയും അള്ളാഹ് അമൽ പൊക്കുന്നില്ലേ? അള്ളാഹ് എല്ലാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും പൊക്കുന്നത്. അതുകൊണ്ടാണല്ലോ വ്യാഴാഴ്ച തിങ്കളാഴ്ച നോമ്പ് നോക്കാൻ പറഞ്ഞ കാരണത്തിലൊരു കാരണമല്ലേ അത്? എന്ത്? അള്ളാഹു നമ്മുടെ അമലുകളെ പൊക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ട് നമുക്ക് സിദ്ധിച്ച ലാഭം മതി എന്നതാണ് പറയാനുള്ളത്. ഞാൻ ഷോർട്ടാക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഹൃദയത്തിൽ പിടിച്ച് നിൽക്കാൻ, പഠിക്കാൻ, ആവേശത്തോടു കൂടി അത് വായിച്ച് പഠിച്ച് പറയേണ്ടവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കുറിപ്പിൽ വരണമെന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഇന്ന് ഞാനിത് മടക്കി പറഞ്ഞത് എന്നതുകൂടി വീണ്ടും ഉണർത്തുന്നു. ഇനി നമുക്ക് ഖുർആനിലേക്ക് മടങ്ങി ഖുർആനിൽ അള്ളാഹു പറഞ്ഞ ശൈലിയിലൂടെ ഹൃദയം സമാധാനിപ്പിച്ച് സമാപിക്കാം. അള്ളാഹു പറയുന്നു, ഹമീം വൽ കിതാബിൽ മുബീൻ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക ഇന്നാ കുന്നാ മുൻസിരീൻ ഫീഹാ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം അംറൻ മിൻ ഇൻദിനാ ഇന്നാ കുന്നാ മുർസിലീൻ റഹ്മതൻ മിർ റബ്ബിക ഇന്നഹു ഹുവസ് സമീഉൽ അലീം
റബ്ബിസ് സമാവാതി വൽ അർളി വമാ ബൈനഹുമാ ഇൻ കുൻതും മൂഖിനീൻ. സൂറത്ത് എന്താണ്? ദുഖാൻ. സൂറത്തു ദുഖാൻ ബറാത്ത് രാത്രിയിൽ ഓതാൻ വേണ്ടിയിട്ട് സലാത്ത് കിതാബിലുള്ള സൂറത്തു ദുഖാൻ. സലാത്ത് കിതാബിൽ അങ്ങനെയല്ല പറയുന്നത്. നമ്മുടെ നാട്ടിലുള്ള ഏടുകൾ ഞാൻ വരുമ്പോൾ 10 ഏട്, ഇപ്പോൾ 5000-ഓളം ഏട്. 5000-ഓളം, 10 അല്ല. ഞാൻ കേരളത്തോട് വിട വാങ്ങിയപ്പോൾ 40-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് 10 ഏടായിരുന്നു. ആ 10 ഏട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ഞാൻ വന്നപ്പോൾ. ഇപ്പോഴും സൂക്ഷിച്ച് കാണും, പെട്ടിയിൽ കാണാം. അതിൽ 3 യാസീൻ പറയുന്നില്ലേ അല്ലേ? സൂറത്ത് ദുഖാൻ മാത്രമല്ല, 3 യാസീനും കൂടിയുണ്ട് അല്ലേ? ഓരോ യാസീനും ഓരോ പ്രത്യേക ആവശ്യങ്ങൾ പറയപ്പെടുന്നുണ്ട് അല്ലേ? പറയാത്തൊരു ഓതാറില്ലേ? അറിവില്ലാത്തവരെ അഭിനയിക്കുകയാണോ അല്ല അറിയാത്തതുകൊണ്ടാണോ? നമ്മുടെ നാട്ടിലാണ് കൗമേ നടക്കുന്നത്. ചക്കരച്ചോറയൊക്കെ തിന്നാത്തവരുണ്ടാവില്ല ഏതായാലും അല്ലേ? ചക്കരച്ചോറ് തിന്നാത്തവരുണ്ടാവില്ലല്ലോ അല്ലേ? മധുര പലഹാരം ഈ ദിവസത്തിൽ, ഏത് ദിവസം? ബറാത്ത് രാത്രിയിൽ. ഒരു സഹോദരി പറഞ്ഞു മറ്റൊരു സഹോദരിയെക്കുറിച്ച്, നടന്നു പോക്കാണ് ചക്കരച്ചോറുമായിട്ട് കൂലി കൂടുതൽ കിട്ടാൻ വേണ്ടി. ഇപ്പം എവിടേക്ക്? ഖബറിലേക്ക് 30 നടന്നു പോക്കാണെന്നാണ്, ആ കൂലി നന്നായി കിട്ടാൻ വേണ്ടി. പക്ഷേ അത് അസത്യമാണെന്ന് അറിഞ്ഞ്, ബിദ്അത്താണെന്ന് അറിഞ്ഞ ശേഷമാണ് ഇങ്ങനെയുള്ള കാട്ടിയതെങ്കിൽ നരകത്തിലേക്ക് പോകേണ്ടി വരും. അത് കാരണത്താൽ അള്ളാഹ് പുറത്തു കൊടുത്താൽ, തൗബ സ്വീകരിച്ചാൽ പിന്നെ മടങ്ങി വരാമെന്ന് മാത്രം. അള്ളാഹു നാം എല്ലാവരെയും ഹിദായത്തിലാക്കട്ടെ, അങ്ങനെയുള്ളവരെയും ഹിദായത്തിലാക്കട്ടെ. അങ്ങനെയുള്ളവർക്കും നന്മ കണ്ടെത്താനുള്ളതായ തൗഫീഖും ചുറ്റുപാടും സാഹചര്യവും അള്ളാഹു ഉണ്ടാക്കി കൊടുക്കട്ടെ. ഇതൊന്നും ആരും പരിഹസിക്കുന്നില്ല കേട്ടാ, നമുക്ക് പ്രയാസം കൊണ്ട് പറയാണ്. അതെ, അള്ളാഹു പറയുന്നു, ഇന്ന അൻസൽനാ, ഈ ഗ്രന്ഥത്തെ നാം ഇറക്കിയത് ഫീ ലൈലത്തിൻ മുബാറക, ബർക്കത്തുള്ള രാത്രിയിലാണ്. ഇവിടെയാണ് പ്രശ്നം. പണ്ഡിതന്മാരിൽ നിന്നിട്ട് ചിലര് ബർക്കത്തുള്ള രാത്രി എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശം അത് ശഅബാൻ 15 പറഞ്ഞവരുണ്ടെന്നാണ്. പക്ഷേ അത് മർജൂഹായ അഭിപ്രായമാണ്. മുഫസ്സിറുകളുടെ ഇടയിൽ അവഗണിക്കപ്പെട്ട അഭിപ്രായമാണ്. ഇക്രിമയുടെ അഭിപ്രായമാണെന്നത് പറയപ്പെടുന്നു. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു തന്നെ ആ അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, മുസ്ലിം ബഹുഭൂരിപക്ഷ മുഫസ്സിറുകളും മുസ്ലിം ബഹുഭൂരിപക്ഷ പണ്ഡിതന്മാരും ആ അഭിപ്രായത്തിനെതിരാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ എതിരാവാൻ കാരണം? ഖുർആനുമായി ഏറ്റുമുട്ടാൻ പാടുള്ളതല്ല. ഖുർആനുമായിട്ട് ഏറ്റുമുട്ടാൻ പാടുള്ളതല്ല. കാരണം അള്ളാഹുവിൽ നിന്നിട്ടാണ് ഖുർആൻ ഇറങ്ങുന്നത്. ഒരു ഭാഗത്ത് നിന്ന് ഇറങ്ങുന്നത് 2 ആയത്തുകൾ പരസ്പരം അങ്ങും ഇങ്ങും ഏറ്റുമുട്ടുമ്പോൾ അത് എന്താണത് കുറിക്കുന്നത്? സംശയത്തിനിട വരികയില്ലേ? അള്ളാന്റെ കലാമല്ലേ, ഏറ്റുമുട്ടാൻ പാടുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? അള്ളാഹു പറയുന്നു ബർക്കത്തുള്ള രാത്രിയിലാണ് ഈ ഖുർആൻ ഇറങ്ങിയത്. എന്താണ് ആ ബർക്കത്തുള്ള രാത്രി? ഇന്നാ കുന്നാ മുൻദിരീൻ, ജനങ്ങൾക്ക് നന്മകളും ജനങ്ങൾക്ക് പരലോക മോക്ഷവും നേടാൻ, നരകത്തിലിട്ട് മോചിക്കാൻ ആവശ്യമുള്ളതായ ഇൻദാറാത്തുകൾ, വാണിംഗുകൾ ആ ഖുർആനിലൂടെ നാം ഇറക്കി. ഫിഹാ, ആ രാത്രിയിൽ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം, ഹകീമായ റബ്ബിന്റെ ഹിക്മത്തുള്ള വിധികൾ, ഖദർ എന്ന് പറയുന്നുണ്ടല്ലോ, ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന ആ വിധികൾ, ആ കടിച്ച പൊട്ടാത്ത രൂപത്തിൽ സൂക്ഷ്മമായി സീലിട്ട് പൊട്ടിക്കാത്ത രൂപത്തിൽ അവിടെ ലൗഹുൽ മഹ്ഫൂസ് സംരക്ഷിച്ച് അള്ളാഹു നിർത്തിയതായ ആ നിയമങ്ങളെ, ഈ കൊല്ലത്തിൽ മരിക്കേണ്ടവരുടെ എണ്ണം, ഈ കൊല്ലത്തിൽ ജനിക്കേണ്ടവരുടെ എണ്ണം, ഈ കൊല്ലത്തിൽ ഓരോ സംഭവ വികാസങ്ങൾ, ഭൂമിക്കിലുക്കങ്ങൾ, അല്ലെങ്കിൽ വെള്ളപ്പൊക്കങ്ങൾ, അല്ലെങ്കിൽ പ്രയാസങ്ങൾ, അല്ലെങ്കിൽ പൊട്ടിപ്പുറപ്പെടലുകൾ, അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കലുകൾ, അല്ലെങ്കിൽ തോന്നിവാസങ്ങൾ, അനാചാരങ്ങൾ, അക്രമങ്ങൾ, അനീതികൾ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നടക്കാൻ പോകുന്നത് നമസ്കാരങ്ങൾ, നോമ്പുകൾ, സക്കാത്തുകൾ, ഹജ്ജുകൾ, എന്തെല്ലാമാണ് അടുത്ത വർഷം റമളാൻ വരുന്നതിന് മുമ്പ്, ലൈലത്തുൽ ഖദ്ർ വരുന്നതിന് മുമ്പ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അതുവരേക്കുമുള്ളത് ലൗഹുൽ മഹ്ഫൂസ് എന്ന ആ മഹാത്മാക്കളായ മാലാക്കന്മാരിൽ നിന്നിട്ട് ഏറ്റവും അള്ളാഹു ബഹുമാനിച്ച് ആദരിച്ചവരായ അവർ മാത്രം അവിടെ കടക്കുന്ന, അവിടെ മാത്രം പ്രവേശിക്കുന്നതായ സ്ഥലമാണെന്ന് സൂറത്തുൽ വാഖിയയിൽ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലു പറഞ്ഞതായ ആ മഹാ ലൗഹുൽ മഹ്ഫൂസിൽ നിന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരു വർഷത്തേക്കുള്ളത് പുറത്ത്, അതിൽ നിന്നിട്ട് കോപ്പി അടിച്ച് മലക്കുകൾ എടുക്കാൻ അള്ളാന്റെ ഓർഡർ വരുന്നു. ഈ
ഈ ഉദ്യോഗസ്ഥരായ മലക്കുകൾക്ക് അന്നത്തെ രാത്രിയുള്ള ജോലി അതാണ്. ഒരു കൊല്ലത്തേക്ക് ഇവിടെ അടുത്ത വർഷം വരെ വരുന്നതിനെ കുറിച്ച് താഴെ ഉദ്യോഗസ്ഥന്മാരിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. ഇന്ന മലക്കുകൾ ഇന്ന ആൾക്കാരുടെ കൂടെ, ഇന്ന മലക്കുകൾ ഇന്ന നാട്ടിൽ വർക്ക് ചെയ്യണം, ഇന്ന മലക്കുകൾ ഇത്ര മഴ വർഷിപ്പിക്കണം, ഇന്ന മലക്കുകൾ ഇത്ര ഇടി മുട്ടിപ്പിക്കണം, ഇന്ന മലക്കുകൾ ഇന്ന ജോലികൾ ചെയ്യണം, ഇന്ന സ്ഥലങ്ങളിൽ ഇന്നതൊക്കെ സംഭവിക്കണം എന്നീ ഒരു വർഷത്തിലൂടെ വരുന്നതായ ഫീഹാ ആ രാത്രിയിൽ യുഫ്റഖു കുല്ലു അംരിൻ ഹകീം അംറൻ മിൻ ഇൻദിനാ ഇന്നാ കുന്നാ മുർസിലീൻ. നാമാണ് ഇറക്കുന്നത്, നാമാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത്. ജനങ്ങൾക്കൊന്നും അതിൽ കയ്യില്ല. പിശാചികൾക്ക് കൈ കടത്താൻ സാധ്യതയില്ല. മലക്കുകൾക്ക് വരെ ഞാൻ അറിയിച്ചു കൊടുക്കുന്നവർക്കല്ലാതെ എല്ലാവർക്കും പറഞ്ഞോളാം എന്നില്ല ചില കാര്യങ്ങൾ. അങ്ങനെയാണ് അള്ളാഹുവിന്റെ അമ്രിന്റെ കാര്യം. അതുകൊണ്ട് തന്നെ ഈ ഏൽപ്പിച്ചു കൊടുക്കുന്ന മലക്കുകൾ ഒരു കൊല്ലത്തിന്റെ കാര്യം അറിഞ്ഞവർ മറ്റു കൊല്ലത്തിന്റെ കാര്യം അവർക്കറിയില്ല. അവരുടെ അടുക്കിലേക്ക് എത്തിയ ആ ഒരു കൊല്ലത്തിനെ കുറിച്ച് അവരറിയുകയുള്ളൂ. ആകാശങ്ങളുടെയും ഭൂമികളുടെയും അവകൾക്ക് ഇടയിലുള്ളതിന്റെയും റബ്ബാണ് കൂട്ടരെ ഈ പറയുന്ന ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബ്. അവനെ കുറിച്ച് നിങ്ങൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കണമെന്ന് പറയും പോലെ റബ്ബ് തുടർന്നു, ലാ ഇലാഹ ഇല്ലാഹു, അവനെ അല്ലാതെ വിളിച്ച് പ്രാർത്ഥിക്കപ്പെടാൻ പാടില്ല, അവനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല, അവനല്ലാതെ ആരാധനകൾ സമർപ്പിക്കപ്പെടാൻ പാടുള്ളതല്ല. അവൻ മാത്രമാണ് ആരാധനക്ക് അർഹൻ. യഥാർത്ഥത്തിൽ യുഹ്യി, അവനാണ് ജീവിപ്പിക്കുന്നവൻ, യുമീത്, അവനാണ് മരിപ്പിക്കുന്നവൻ, റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ രക്ഷിതാവ്, റബ്ബു അബായിക്കുമുൽ അവ്വലീൻ, മുമ്പ് ഇവിടെ ഭൂമിയിലും പ്രപഞ്ചത്തിലും സൃഷ്ടിക്കപ്പെട്ടതായ സർവ്വജനങ്ങളുടെ സർവ്വശക്തികളുടെ സർവ്വചരാചരങ്ങളുടെ റബ്ബ് അവൻ തന്നെയാണ്. ഇതാണ് സൂറത്ത് ദുഖാന്റെ ഉത്ഭവം, തുടക്കം. ഇതിനെക്കുറിച്ച് അത് ലൈലത്തുൽ ഖദ്ർ അല്ല, മറിച്ച് ശഅബാൻ രാത്രിയാണ്, 15-ാം രാത്രിയാണ് എന്ന് ചിലർക്ക് അഭിപ്രായമുണ്ട്. ന്യൂനപക്ഷ അഭിപ്രായമാണ് അത്. എന്തുകൊണ്ട് ന്യൂനപക്ഷം? അതിൻ്റെ പിന്നിൽ തെളിവില്ലാത്തത് കൊണ്ട്, ഹദീസ് അവരെ സഹായിക്കാത്തത് കൊണ്ട്, തെളിവ് അവർക്ക് സപ്പോർട്ട് ചെയ്യാത്തത് കൊണ്ട്. അതുകൊണ്ട് തന്നെ ബഹുഭൂരിപക്ഷം പണ്ഡിതന്മാർ അതിനെ തള്ളിയെന്ന് മഹാനായ അൽ ഇമാം ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ തഫ്സീറിലും അവർക്ക് മുമ്പ് ഗ്രന്ഥങ്ങൾ എഴുതിയതായ ഗ്രന്ഥകർത്താക്കളും കുറിക്കുന്നതായിട്ട് കാണാം. ഏറ്റുമുട്ടാതിരിക്കാനെന്ന് നാം പറഞ്ഞല്ലോ, അതും കൂടി പറഞ്ഞു നിർത്തി കളയാം. അതെന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇങ്ങനെയുള്ളൊരു രാത്രിയെ പരിചയപ്പെടുത്തുന്നു. ഒരു സൂറത്ത് അതിനു വേണ്ടി മാത്രം ഇറക്കി. അതിലൂടെയാണ് എൻ്റെ ക്ലാസ് ഞാൻ ആരംഭിച്ചത്. നിങ്ങൾക്ക് പരിചയമുള്ള സൂറത്ത് ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദ്ർ. ഖദ്ർ രണ്ടർത്ഥമുണ്ട് അതിന്. ഒന്ന് വണ്ണമുള്ള, ബഹുമതിയുള്ള, ബഹുമാനമുള്ള, ഖദ്റുള്ള, സ്റ്റാൻഡേർഡുള്ള രാത്രി. പിന്നെ നാം ഈ പറഞ്ഞതായ നിർണയിക്കപ്പെടുന്ന രാത്രി, അതിലാണ് നാം ഇറക്കിയത്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്ർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹർ. ആ രാത്രിക്ക് അല്ലാഹു നൽകിയ പ്രത്യേകത എന്താണെന്നറിയാമോ? 1000 മാസങ്ങൾ അമൽ ചെയ്തതിനേക്കാളും അടിമകൾ ചെയ്യുന്ന അമലിന് അല്ലാഹു പ്രതിഫലം നൽകുന്നതാണ്. ഏകദേശം 83 കൊല്ലവും 4 മാസവുമാണത് 1000 മാസം എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 83 വർഷവും 4 മാസവും അമൽ ചെയ്തതിനേക്കാളും കൂലി ഒരു രാത്രിയിലൂടെ കിട്ടുന്ന രാത്രിയാണ് കൂട്ടരെ ലൈലത്തുൽ ഖദ്ർ. അല്ലാഹു പറയുന്നു, തനസ്സലുൽ മലായികത്തു വർ-റൂഹു ഫീഹാ ബിഇദ്നി റബ്ബിഹിം മിൻ കുല്ലി അംർ. മലാക്കമാർ ആ രാത്രിയിൽ ഭൂമിയിലേക്ക് ഇറങ്ങുന്നുണ്ട്. അപ്രകാരം മലാക്കമാരുടെ നേതാവായ മഹാനായ ആരാണത്? റൂഹ്. ആരാണ് റൂഹ്? ജിബ്രീൽ അലൈഹിസ്സലാമും ഇറങ്ങുന്നുണ്ട്. അതെ, ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങുന്ന രാത്രിയാണ് മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മദീനയിൽ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലായിരുന്നു ജിബ്രീൽ വരാറുണ്ടായിരുന്നത് ഈ മദീനയിലേക്ക്. പിന്നെ വരുന്നത് എപ്പോഴാണ്? എല്ലാ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിലും ഭൂമിയിലേക്ക് മഹാനായ ജിബ്രീൽ വരും, അല്ലാതെ വരൂല. മനസ്സിലായില്ലേ? ആ രാത്രിയുടെ പ്രത്യേകത. പണ്ട് ഇവിടെ ദൈനംദിനം ഈ മദീനത്ത് ഈ റസൂലുള്ളാഹിന്റെ ഈ വിശുദ്ധ ഭൂമിയിലേക്ക് റസൂൽ ജീവിച്ചിരുന്ന കാലഘട്ടങ്ങളിൽ ദൈനംദിനം വന്നുകൊണ്ടേയിരുന്ന 600 ചിറകിന്റെ ഉടമയായ മഹാശക്തനായ അള്ളാഹു തന്നെ അമീനാണ്, ഖവിയാണ്, ശക്തനാണ്, വിശ്വസ്തനാണെന്ന് ഖുർആനിൽ വിശേഷിപ്പിച്ചതായ മലക്ക് ജിബ്രീൽ ലൈലത്തുൽ ഖദ്റിന്റെ രാത്രിയിൽ ഇറങ്ങുമെന്ന് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു പറയുകയാണ്. ഹദീസ് അല്ല, ഖുർആൻ. എന്നാൽ എന്താണ് ആ രാത്രി അങ്ങനെ പ്രത്യേകതയുള്ളതാൻ കാരണം? ആ രാത്രി വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ രാത്രിയാണ്. ഇന്നാ അൻസൽനാഹു, ഈ ഖുർആനിനെ നാം ഇറക്കിയത് ലൈലത്തുൽ ഖദ്റിലാണ്. അപ്പോൾ പ്രത്യേകത എന്തിലൂടെ വന്നു?
ഖുർആനിലൂടെ വന്നു. ഈ ഖുർആൻ ലൈലത്തുൽ ഖദ്റിലാണ് ഇറങ്ങിയതെന്നും അതുപോലെ തന്നെ ഖദറിന്റെ രാത്രി, ബർക്കത്തുള്ള രാത്രി, അതിൽ തന്നെയാണ് ഖുർആൻ ഇറങ്ങിയതെന്നും സൂറത്തു ദുഖാനിൽ നാം വായിച്ചു അല്ലെ. സൂറത്തു ദുഖാനിൽ നാം കേട്ടു ഖദറിന്റെ രാത്രി, പ്രത്യേകതയുള്ള രാത്രിയിൽ, ബർക്കത്തുള്ള രാത്രിയിലാണ് നാം ഖുർആൻ ഇറക്കിയത്. അള്ളാന്റെ അംർ, ഹകീമായ ഹിക്മത്ത് അംർ ഇറങ്ങുന്ന രാത്രിയാണത്. ഇവിടെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദ്റിൽ പറഞ്ഞു, അത് ലൈലത്തുൽ ഖദ്ർ എന്ന രാത്രിയാണ്. അത് രണ്ടും ഒന്നല്ല എന്ന് പറഞ്ഞാൽ എന്തായി? അള്ളാഹ് പറയുന്ന വാക്ക് അങ്ങും ഇങ്ങും ഏറ്റുമുട്ടിയെന്നായില്ലേ? സൂറത്തു ദുഖാനിൽ പറയുന്നത് ശഅബാൻ 15 ഇവിടെ പറയുന്ന റമളാനാണെന്ന് പറയുമ്പോൾ ഏറ്റുമുട്ടൽ വന്നില്ലേ? പിന്നെ സംശയം തീർക്കാൻ അള്ളാഹ് പറയുന്നു ഈ ലൈലത്തുൽ ഖദ്ർ റമളാനിലാണ് എന്ന്. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, റമളാൻ മാസത്തിലാണ് കൂട്ടരെ ഖുർആൻ ഇറങ്ങിയത്. അപ്പോൾ ഖുർആൻ ഇറങ്ങിയ റമളാൻ മാസം, അത് ലൈലത്തുൽ ഖദ്റിൽ ഇറങ്ങിയ റമളാൻ മാസം, അത് തന്നെയാണ് ദുഖാൻ സൂറത്തിൽ പറഞ്ഞ ബർക്കത്തുള്ള രാത്രി. ലൈലത്തുൽ ഖദ്റിൽ ഇറങ്ങിയതായ ആ ലൈലത്തുൽ ഖദ്ർ ഉള്ള റമളാൻ മാസം, ലൈലത്തുൽ ഖദ്ർ റമളാനിലാണെന്ന് വന്നു. റമളാനിലാണ് ഖുർആൻ ഇറങ്ങിയതെന്ന് വന്നു. ആ ഖുർആൻ ഇറങ്ങിയ ലൈലത്തുൽ ഖദ്ർ ആകുന്ന രാത്രിയാകുന്ന ആ രാത്രി ബർക്കത്തുള്ളതാണെന്ന് വന്നു. അതാണ് സൂറത്തു ദുഖാനിൽ പറഞ്ഞതായ രാത്രി എന്നും വന്നു. ഇപ്പോൾ സംശയം തീർന്നല്ലേ? ഇനി സംശയിക്കാരെ ചോദിക്കുകയാണെങ്കിൽ ചോദിക്കാട്ടാ. പക്ഷേ ഇവിടെയൊക്കെ നാം പറഞ്ഞു വന്നത് സഹീഹായ ഹദീസിലൂടെ സ്ഥാപിക്കപ്പെട്ടിട്ടില്ല ബറാത്ത് രാത്രി എന്നതുകൊണ്ട് മഹാനായ നമ്മുടെ നേതാക്കൾ ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി, ഇമാം നവവി പോലോത്ത നമ്മുടെ അഗ്രഗണ്യന്മാരായ ലോക ലോക മുസ്ലിങ്ങൾ പണ്ഡിതന്മാരായി ഗണിച്ചവരിൽ അഗ്രഗണ്യന്മാർ കേരളക്കാർക്ക് പരിചയമുള്ള ഷാഫി പണ്ഡിതന്മാരാണ് എന്നതുകൂടി ഒരു പ്രത്യേകതയാണ്. മറ്റുള്ള മദ്ഹബുകളിൽ പണ്ഡിതന്മാരില്ലാത്തതുകൊണ്ടല്ല. പക്ഷേ ഷാഫി പണ്ഡിതന്മാരിൽ ലോകവ്യാപകമായ പണ്ഡിതന്മാരായി മാറാൻ ചിലർക്കുള്ള തൗഫീഖ് ചെയ്തു. അവരുടെ ഇഖ്ലാസ് കാരണത്താലായിരിക്കാം, അല്ലാഹു അഅലം. അവരിൽപ്പെട്ട ആളാണ് ഇമാം യഹ്യ ഇബ്നു ശറഫ് നവവി, അവരിൽപ്പെട്ട ആളാണ് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനിയെ പോലത്തവർ. അങ്ങനെയുള്ളവരൊക്കെ ഗണ്ണിച്ചു സംസാരിച്ചതാണ്. റമളാൻ ശഅബാനിൽ പ്രത്യേകമോ റജബിൽ പ്രത്യേകമോ നോമ്പോ നമസ്കാരമോ നോറ്റുകൊണ്ട് ഇത് ദീനിലുള്ളതാണെന്ന് ഗണിക്കുക എന്നത് മഹാബിദ്അത്താണ്, നീച ബിദ്അത്താണ്, അള്ളാഹ് ഇഷ്ടപ്പെടാത്തതായ തെറ്റാണ് എന്ന ശൈലിയൊക്കെ അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ഇതുകൂടി നമ്മുടെ മുമ്പിൽ ഉണ്ടായിക്കോട്ടെ. ഈ സംസാര സമാപനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തതായ വിശാലമായ അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കാൻ, പ്രവർത്തനത്തിലൂടെ നന്ദി പ്രകടിപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ സമാപിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർക്ക്, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലിട്ട് പലരും കുടുംബ മെമ്പർമാരിൽ മരണപ്പെട്ടിട്ടുണ്ട്, അവർക്ക് വേണ്ടി ഈ സദസ്സിൽ വെച്ചിട്ട് പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിൽ നിന്നിട്ട് മരണപ്പെട്ടവർക്ക് പുറത്തു കൊടുക്കട്ടെ, അവരുടെ ഖബറുകൾ സ്വർഗ്ഗത്തോപ്പാക്കി മാറ്റട്ടെ, അവരോടൊപ്പം സ്വർഗ്ഗത്തിൽ അല്ലാഹു നാം എല്ലാവരും ഒരുമിച്ച് കൂട്ടട്ടെ. അപ്രകാരം രോഗികളായി ഹോസ്പിറ്റലിൽ കിടക്കുന്ന പലരും അവരുടെ കുടുംബക്കാർ നമ്മുടെ കൂടെയുണ്ട്, നമ്മുടെ ക്ലാസ് മെമ്പർമാരിലുണ്ട്, അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മിൽ നിന്നിട്ട് രോഗമുള്ളവരുടെയെല്ലാം രോഗത്തെ അല്ലാഹു ശിഫിയാക്കി കൊടുക്കട്ടെ. ആരോഗ്യത്തോടു കൂടി ആരോഗ്യം മടക്കിയെടുത്ത് ദീനിന് സേവനം ചെയ്തുകൊണ്ട് ഉറച്ചു ദീനിൽ നിന്നുകൊണ്ട് പ്രവർത്തിച്ചുകൊണ്ട് മിരിക്കുവാൻ അവർക്കും നമുക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് യാത്ര പോയവരും പോകുന്നവരും പോകാൻ ഉദ്ദേശിക്കുന്നവർക്കും അല്ലാഹു കൂട്ടാളിയായി മാറട്ടെ, സഹായിയായി മാറട്ടെ. അവർക്ക് അവരുടെ നാട്ടിലേക്ക് മടങ്ങി പോകുവാനും അവരുടെ ഉദ്ദേശങ്ങൾ നിറവേറ്റുവാനും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്നിട്ട് ഇണകളില്ലാത്തവർക്ക് അല്ലാഹു ഇണകളെ നൽകട്ടെ. രോഗമുള്ള അപ്രകാരം സന്താനമുള്ളവർക്കും ഇല്ലാത്തവർക്കും അല്ലാഹു സാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകട്ടെ.